എന്നിട്ട് പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, അങ്ങയുടെ വചനത്തിലെ അടിയുറച്ച് വിശ്വസിച്ച് അത് പാലിച്ച് ജീവിക്കുവാൻ വേദസാക്ഷിയായി ജീവിക്കുവാൻ എനിക്ക് കൃപ തരണമേ. എന്താണ് പ്രാർത്ഥിച്ചത്? അങ്ങയുടെ വചനം പാലിച്ച് എങ്ങനെ ജീവിക്കാനാ? വേദസാക്ഷിയായി. കാരണം ഉടമ്പടി എന്താ ചെയ്യണത് നമുക്കറിയാം. 4 ചൊവ്വാഴ്ച ഉടമ്പടി ധ്യാനമാണ്, 2 ഞായറാഴ്ച 1, 3 ഉടമ്പടി ധ്യാനമാണ്. ഉടമ്പടി ചെയ്തവർക്ക് വേണ്ടിയുള്ള ധ്യാനം, അഥവാ ഇനി ആരെങ്കിലും ഉടമ്പടി ചെയ്തിട്ടില്ലെങ്കിൽ ചെയ്യാനിരിക്കുന്നവർക്ക് വേണ്ടിയുള്ള ഒരുക്ക ധ്യാനങ്ങളാണ്. ഉടമ്പടി ധ്യാനമെന്ന് പറഞ്ഞ് പ്രത്യേക ധ്യാനമില്ല, അമ്മയുടെ ധ്യാനം മാത്രമേ ഉള്ളൂ. അമ്മ പറഞ്ഞ കാര്യങ്ങളാണ് നമ്മൾ ചെയ്യണത്, അല്ലേ? അമ്മ എന്താ പറഞ്ഞത്? അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. പിന്നെ ഇനിയിപ്പോൾ അവൻ്റെ കാര്യം മാത്രമേ പ്രശ്നമുള്ളൂ. അമ്മ പറഞ്ഞു, അവൻ പറഞ്ഞതുപോലെ ചെയ്യുക. ഇപ്പം നമ്മൾ അവൻ പറഞ്ഞതുപോലെയാണ് ചെയ്യണത്. ഒന്നെന്താണ്? കർത്താവിൻ്റെ വചനം ആദ്യം ഹൃദയസ്ഥമാക്കണം, അല്ലേ? എൻ്റെ വചനം നിങ്ങളിൽ വസിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾ എന്നെ സ്നേഹിക്കുകയും എൻ്റെ വചനം നിങ്ങൾ വസിക്കുകയും ചെയ്താൽ എന്ത് സംഭവിക്കും? നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. അതാണ് സംഭവം. ഈ അരമണിക്കൂർ വചനം വായിക്കാൻ പറഞ്ഞില്ലേ? എന്തിനാ? ആ വചനം വായിക്കുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കണം, കർത്താവേ ഈ വചനം അനുസരിച്ചൊന്ന് ജീവിക്കാൻ എന്നെ സഹായിക്കണമേ. ഇപ്പം യോഹന്നാൻ്റെ സുവിശേഷം 15:7 ഇപ്പോൾ പറഞ്ഞ വചനം. എന്താണ്? എന്നെ നിങ്ങൾ സ്നേഹിക്കുകയും നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ. അപ്പം ചില ആൾക്കാർ 3 മാസം നിലനിന്നാൽ പോരെ. ശരി പറയും, അച്ഛനെ കാണുന്നവരെ എല്ലാം കൃത്യമായിട്ട് ചെയ്യും. അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ പാലം കയറിക്കഴിഞ്ഞാൽ കൂരായണ. അതെന്താ കുഴപ്പം പറഞ്ഞത്? അച്ഛനെ കാണുന്നവരെ കൃത്യമായിട്ട് വചനം വായിക്കും, കാരുണ്യ പ്രവൃത്തി ചെയ്യും. ഇനിയിപ്പോൾ അച്ഛനെ കാണുന്നവരെയല്ലേ ഉള്ളേ ഉള്ളു എന്ന് വിചാരിച്ചുകൊണ്ട്. അപ്പോഴെന്നാ പറയണത്? ഈശോക്കറിയാം ഇത് ഫേക്കാണ്, കള്ളത്തരത്തിന് വേണ്ടി അച്ചടിക്കുന്ന കാര്യം കാണിക്കാൻ വേണ്ടി തൽക്കാലത്തേക്കുള്ള കാട്ടിക്കൂട്ടലാണെന്നറിയാം. നിങ്ങളെപ്പോലെയല്ലേ ദൈവം നല്ല ബുദ്ധി ആലോചന ഓർമ്മയുള്ള നിങ്ങളാണ് മണ്ടത്തരം കാണിക്കുന്നത്. നിങ്ങൾ ഈ കള്ളത്തരം കാണിക്കുമെന്ന് ദൈവത്തിന് അറിയാം. ഇത് 3 മാസത്തേക്കുള്ള കള്ളത്തരം മാത്രമാണെന്നറിയാം. അത് കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള പരിപാടിയൊക്കെ തുടങ്ങുമെന്നറിയാം. അപ്പം അതുകൊണ്ട് നിങ്ങൾ ആദ്യം പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് അറിയാമോ? ഇവിടെ എന്താ വചനം ഇരിക്കുന്നത്? 15:7 യോഹന്നാൻ 15:7 നിങ്ങൾ എന്നിൽ വസിക്കുകയും പറഞ്ഞേ, നിങ്ങൾ എന്നിൽ വസിക്കുകയും എൻ്റെ വചനം നിങ്ങൾ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ, എൻ്റെ വചനം നിങ്ങളിൽ നിലനിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചോദിക്കാം. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഈശോ എന്ത് ഉദാരമായിട്ടാണ് പറയണത്? ഇഷ്ടമുള്ളത് ചോദിക്കാമെന്നാണ്. ഇഷ്ടമുള്ളത് ചോദിക്കാമെന്ന് ഈശോ മാത്രമേ പറയത്തുള്ളൂ. ഇപ്പോൾ ഒരു ഭാഗ്യലക്ഷ്മിയാണ്, ആരോ ഒരു ലക്ഷ്മി ചേച്ചി സാക്ഷ്യം പറഞ്ഞില്ലേ? അതിൻ്റെ സാക്ഷ്യത്തിൻ്റെ അകത്ത് പ്രത്യേകിച്ച് വലിയ കാമ്പുണ്ടായിട്ടല്ലേ ഞാനത് അനുവദിച്ചത്. അവർ ഹൈന്ദവ സഹോദരി ആയതുകൊണ്ട് പ്രിലിമിനറി വിശ്വാസമുള്ളവരോട് ഈശോ എങ്ങനെയൊക്കെ പെരുമാറുന്നതെന്ന് അറിയാൻ വേണ്ടി. അവർക്കെന്താ പ്രശ്നം? അവർക്കൊരു പ്രശ്നമില്ല. അവർക്ക് ഓടുമ്പോൾ ഒന്ന് ഫസ്റ്റ് കിട്ടിയാൽ മതി. അവർക്ക് ഫസ്റ്റ് കിട്ടി, പക്ഷെ പുറകിൽ നിന്നേ ഉള്ളു. അവർ തോറ്റുപോയി, 2 ഓട്ടം തോറ്റുപോയി. പക്ഷെ അവർക്ക് സങ്കടമാവും. 2 ഓട്ടത്തിനും തോറ്റുപോയെങ്കിലും സങ്കടമാവും. അപ്പോൾ നിങ്ങളവർക്ക് ഇതൊക്കെ എന്തിനാണ് ഉടമ്പടി പറയണത് ഒക്കണ? അതല്ല, ഒരു കുഞ്ഞ് ആവശ്യമാണെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം വലുതാണ്. നമ്മൾക്കതൊന്നും പ്രശ്നമില്ല. നമ്മളൊക്കെ ഓടിക്കഴിഞ്ഞാൽ മിക്കവാറും കൊടുക്കുന്ന നീരുവിരാൻ സത്യമുണ്ട്. അവരെ സംബന്ധിച്ചിടത്തോളം അത് പ്രധാനപ്പെട്ട കാര്യമാണ്. അതും പറയാൻ പറ്റിയ ആളാണ് ഈശോ എന്ന് അവർക്ക് വിശ്വാസം ഉണ്ടായല്ലോ, അല്ലേ? ഒരു കുടുംബശ്രീയിലുണ്ടായിരുന്ന ഓട്ട മത്സരം പോലും ഈശോനോട് പറയാമെന്ന് തോന്നിയില്ലേ? അതത്ര നിസ്സാര കാര്യമല്ല. അതൊക്കെ വലിയ വിശ്വസ്തന്മാർക്കുണ്ടായിരുന്ന നിസ്സാര കുഞ്ഞു വിശ്വാസം പോലും, കുഞ്ഞു കാര്യം പോലും ദൈവത്തോട് പറയുന്ന വിശുദ്ധന്മാരുണ്ടായിരുന്നു. അപ്പം
തോക്കുമെന്നറിയാം, എന്നാലും ഈശ്വരനോടൊന്ന് പറഞ്ഞേക്കാം. പറഞ്ഞുകൊണ്ട് എന്ത് പറ്റി? 400 മീറ്റർ ഓട്ടത്തിൽ കർത്താവ് ഇവൾ തോക്കുമെന്ന് കർത്താവ് കൃത്യമായിട്ട് അറിയാം. 100 തോറ്റ ആൾ 200 തോക്കുമെന്ന് ഉറപ്പും തോറ്റില്ലേ? അപ്പം 400 ചെവിടെ വെക്കുമ്പോഴേ തോക്കുമെന്ന് അറിയാം. ഈശോ എന്ത് ചെയ്ത്? പിന്നെ ആരും അതിൻ്റെ അകത്ത് ചേർത്തില്ല. അങ്ങനെ വെച്ചോട്ടതാ. വേറെ ആരും അതിനകത്ത് ഏതാണ്ട് ലക്ഷ്മി ഓടാൻ വേണ്ടി മത്സരിക്കുന്നുണ്ട്, നീ ആട്ടോ ഇനി ഓടി അവളെ തോപ്പിക്കേണ്ട, മര്യാദക്ക് മാറാതിരിക്കാൻ പറഞ്ഞു. അങ്ങനെയാണ് ലക്ഷ്മി ജയിച്ചു. എങ്ങനെയായാലും ദൈവം നമ്മളെ ജയിപ്പിക്കും. കൈ അടിച്ച് കിടത്താണ്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്, പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഏറ്റു പ്രാർത്ഥിച്ച കർത്താവായ ദൈവമേ, ആരാധന സമയത്ത് അങ്ങയുടെ മഹത്വത്തിന്റെ സമയത്ത് അങ്ങേ സ്നേഹിക്കാൻ, സ്നേഹത്തിൽ നിലനിൽക്കാൻ, അങ്ങ് എന്നിൽ അതുപോലെ വസിക്കാൻ എനിക്ക് ആവശ്യമായ ആന്തരിക ബോധ്യം നൽകണമേ. ഓ കർത്താവേ, ദിവ്യകാരുണ്യമേ, വചനം നൽകി എന്നെ സഹായിക്കണമേ. അങ്ങയുടെ അഭിഷിക്തനെ ഞങ്ങളോട് സംസാരിക്കാൻ നീ ഇപ്പോഴ് അഭിഷേകം നൽകി മാധ്യമമാക്കണമേ. സ്തുതിയുടെ ഹല്ലേലൂയ, 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 കൃപയരുക, അളവന്നി പകർന്നിടുക. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുക. ഈ ഭൂവിലെ യാത്രയതിൽ ദൈവകൃപയരുക. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, കർത്താവെ സ്നേഹം എന്നിൽ വർത്തമാനമാക്കണമേ. പ്രാർത്ഥിക്കുക. കർത്താവെ, അങ്ങയോടുള്ള സമർപ്പിതമായ അങ്ങയോടുള്ള ഉത്തരവാദിത്വമുള്ള സമർപ്പിതമായ സ്നേഹത്താൽ എന്നെ നിറയ്ക്കണമേ. ഇപ്പോഴും പ്രാർത്ഥിച്ചു. എൻ്റെ മക്കളെ എപ്പോഴും പ്രാർത്ഥിക്കണം. കാര്യം അതാണ് കാമ്പെന്ന് പറയണത്. കർത്താവിനെ നമ്മളെ കർത്താവിനെ സ്നേഹിക്കുന്നുണ്ടെന്ന് ദൈവത്തിന് അനുഭവപ്പെട്ട പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമാകും. കാര്യം ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ അവൻ ഏത് തരത്തിലുള്ള എന്ത് വ്യത്യസ്തമായ കാലാവസ്ഥയിലാണെങ്കിലും സാഹചര്യത്തിലാണെങ്കിലും എല്ലാത്തിനും പരിഹാരം. കൊളോസ്യസ് 3:11 പറയത്തില്ലേ, യേശുക്രിസ്തു എല്ലാമാണെന്ന് ഇല്ലേ? ഒന്ന് പറഞ്ഞേ. എൻ്റെ അർത്ഥം എന്താ? എല്ലാവരിലുമാണ്. അതെനിക്കൊരു കാലത്ത് ഞാൻ ധ്യാനിപ്പിച്ചപ്പോഴേ അഭിഷേകമായി ഈശോ തന്നതാണ്. ആരും പറഞ്ഞ് കേട്ടതല്ല. പെട്ടെന്ന് എൻ്റെ മനസ്സിൽ ഈശോ തന്ന് യേശുക്രിസ്തു എല്ലാമാണെന്ന്. പക്ഷെ പിന്നീട് വചനം വായിച്ചപ്പോഴാണ് അത് കർത്താവിൻ്റെ വചനം, ബൈബിളിലുള്ള വെളിപാടാണെന്ന് മനസ്സിലായത്. കൊളോസ്യസ് 3:11 യേശുക്രിസ്തു എല്ലാമാണ് എന്ന് പറഞ്ഞേ. യേശുക്രിസ്തു എല്ലാമാണ്. അപ്പോഴേ ആ 1 രൂപ പോലും ഇല്ലാതെ രാത്രി പട്ടിണി കിടന്നൊരു മനുഷ്യൻ പ്രാർത്ഥിച്ചില്ലേ? അവന് ഒരു ബന്ധവും പരിചയമില്ലാത്ത വളരെ അകലുന്ന സഹോദരി രാത്രി വിളിച്ചില്ലേ? അതിൻ്റെ അർത്ഥം എന്താ? അതായത് ആര് വഴിയും കർത്താവിന് നിന്നെ ഏത് സമയത്തും സഹായിക്കാൻ പറ്റുമെന്ന്. പക്ഷേ ആ മനുഷ്യൻ്റെ വിശ്വാസം എനിക്ക് കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടു. കാര്യം അദ്ദേഹം എന്താ പറഞ്ഞത്? ഇനിയും മുമ്പിൽ കുറേ പ്രലോഭനങ്ങളെ എന്നെ കരുതിയിരിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം, എങ്കിലും ഞാൻ അങ്ങോട്ട് പോവുകയാണെന്ന്. പ്രൈസ് ദി ലോർഡ്. അത് ആര് പറഞ്ഞാണെന്നറിയാമോ? പൗലോസ് പറഞ്ഞതാണ്. അടുത്ത പട്ടണത്തിലും കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടെന്ന് പരിശുദ്ധാത്മ എന്നെ ഓർമ്മിക്കുന്നുണ്ട്.
പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. അതാണ് ക്രിസ്ത്യാൻ. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ. കണ്ണീർ സാഗരമേ ശോകക്കൊടുവയിലേറിടുമ്പോ, കണ്ണീർ സാഗരമേ ശോകക്കൊടുവയിലേറിടുമ്പോ, മേഘത്തിന്തണലരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ, മേഘത്തിൻ തണലരുളേ എന്നെ സാന്ത്വനമായി നടത്താൻ. പ്രൈസ് ദി ലോർഡ്. Praise the Lord. ഹല്ലേലൂയ. Hallelujah. നിങ്ങൾ ഈ പാട്ടൊക്കെ കേൾക്കുമ്പോഴേ അത് പാടുമ്പോൾ ഈശോ ഐ സിങ് ബിക്കോസ് ഐ ലവ് യു എന്ന് മനസ്സിൽ തോന്നണം. കർത്താവേ ഞാൻ പാടണ വെറുതെ ജയേശ്വര പാടണ കൊണ്ട് ഞാൻ കേട്ട് പാടുകയല്ല, ഞാൻ പാടണത് ഞാൻ നിന്നെ സ്നേഹിക്കുന്ന കൊണ്ടാണെന്ന് പറയണം. ഒന്ന് പറഞ്ഞേ, കർത്താവേ ഞാൻ പ്രാർത്ഥിക്കുന്ന, ഞാൻ പ്രാർത്ഥിക്കുന്നു, ഉറക്കെ പ്രാർത്ഥിക്കുന്നു, കാരണം ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. കർത്താവേ ഞാൻ പാടുന്നു, സ്വരം നല്ലതല്ലെങ്കിലും ഞാൻ പാടുന്നു, കാരണം ഞാൻ പാടിക്കൊണ്ട് അങ്ങയുടെ അവദാനങ്ങളെ അങ്ങയുടെ മക്കളുടെ മുമ്പില് ഉച്ചത്തിൽ കീർത്തിച്ചുകൊണ്ട് ഓ കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു, ഞാൻ നിന്നെ സ്നേഹിക്കുന്നു. സ്തുതിയുടെ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് യോഹന്നാന്റെ സുവിശേഷം 14:23 ഏതാണ്ട് 15:7 അനുബന്ധമായ വചനമുണ്ട്. എന്താ പറയണേ? ഈശോ പ്രതിഭജിച്ചു. ഏറ്റു പറഞ്ഞ്, ഈശോ പ്രതിവചിച്ചു, എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പാലിക്കും, അപ്പോൾ എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കുകയും ഞങ്ങൾ വന്ന് അവനിൽ വാസമുറപ്പിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇപ്പം ഒരു ലക്ഷ്യമേ, അതായത് നമ്മുടെ ഇപ്പോൾ ഈ പ്രാവശ്യം നമ്മൾ MOH അല്ലെങ്കിൽ ഹാദ് അല്ലെങ്കിൽ IELTS എഴുതിയിട്ട് കിട്ടിയില്ലെന്ന് വിചാരിച്ചോ, അപ്പം നീ അതൊരു മൂലധനമാക്കി മാറ്റണം. എന്തിനാണെന്നറിയാവോ? ഒരു പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടിയില്ലെങ്കിലും നമ്മൾ പിന്നെ ഈശോയെ തന്നെ വിശ്വസിക്കുമ്പോൾ കിട്ടാത്ത കാലത്ത് നമ്മൾ പ്രകടിപ്പിച്ച ഒരു വിശ്വാസമുണ്ട്, അത് സേവ് ആകും. അതറിയണം. ഇപ്പം നീ ഇപ്പം ഈ പ്രാവശ്യം നീ ഉടമ്പടിക്ക് വച്ചിരിക്കുന്ന ഒരു വിഷയങ്ങളുടെ മേലെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് വിരിഞ്ഞു പോയ പക്ഷിയെ പോലെയാവും, അത് കൊക്കൂണായിപ്പോവും, പക്ഷേ എന്തെങ്കിലും കിട്ടിയിട്ടില്ല, നിനക്കതുകൊണ്ട് ഭയങ്കര ഇച്ഛാഭംഗമുണ്ട്, തന്നെയല്ല മറ്റുള്ളവരുടെ മുമ്പിൽ നിനക്ക് ഇത്തിരി ലഭ്യത ഉണ്ട്, കുറേ പ്രാർത്ഥിച്ചതല്ലേ. അപ്പം നിൻ്റെ അമ്മ പ്രാർത്ഥിക്കണത് എന്താണെന്നറിയാവോ? നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ അമ്മ പ്രാർത്ഥിക്കണത് എന്താണെന്നറിയാമോ? കർത്താവ് എങ്ങാനത് കൊടുത്തില്ലെങ്കിൽ അവൾ പ്രാന്തിയാണ് കേട്ടാ, അവൾ വല്ലതും കാണിച്ചു കൂട്ടും, കർത്താവിൻ്റെ അമ്മ ഭീഷണിപ്പെടുത്തും. അങ്ങനെ ചെയ്യരുത്. കാര്യം അവളുടെ പ്രാർത്ഥനയ്ക്ക് അവൾക്ക് ഈ അഡ്മിഷൻ കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവൾ എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ അവൾ പ്രാർത്ഥന നിർത്തിക്കളയും. ഒന്നുമില്ലെങ്കിൽ ഇത്രയും നാൾ കിട്ടുകൊണ്ട് നടന്ന കൊന്ത അവൾ ഉരുവെക്കും. ഇങ്ങനെ കുറേ പഠിച്ചാഴികളുണ്ട്. അതായത് ഈ വിശ്വാസം വന്നാൽ നമ്മൾക്ക് വിശ്വസിക്കണമെന്ന് പറഞ്ഞാൽ ഈശോ പറയും ടെസ്റ്റ് എന്ന് പറയും. എനിക്കത് എനിക്ക് മനസ്സിലാകണം. നീ ഇങ്ങനെ വാഗുകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. നീ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് അതെന്തിനു പറയണേ? അപ്പാ ഈശോനെ പോലും ടെസ്റ്റ് ചെയ്ത ആളാ. ഇപ്പം മനുഷ്യനെ കഴിഞ്ഞപ്പോൾ വല്ല കുഴപ്പം ഉണ്ടാക്കിയെന്ന് അറിയത്തില്ലേ അല്ലേ? പുത്രൻ തമ്പുരാൻ തിരുത്തത്തിന് 2-ാം ആൾ പുത്രൻ തമ്പുരാൻ മനുഷ്യനായി കഴിഞ്ഞപ്പോഴേ അപ്പനത് അംഗീകരിച്ചില്ല. അപ്പം വലിയ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു, അത് മനുഷ്യനാണെന്ന് പറഞ്ഞാലും. എന്നിട്ട് മാത്രം പുതിയ പരിപാടിയൊക്കെ തുടങ്ങിയാൽ മതിയെന്ന് പറഞ്ഞു. കയ്യപ്പും പ്രാർത്ഥനയും ഭജന പ്രഘോഷണമൊക്കെ സ്വന്തം നാട്ടിൽ പോയി ഗലീലയിൽ പോയി കഫർനാമിൽ പോയി സിനഗോഗിലൊക്കെ പോകണമെങ്കിൽ ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. ആ ടെസ്റ്റ് ഇത്തിരി കട്ടിയാണ്.
ഒന്ന് ഔന്നത്യത്തിൻ്റെ ടെസ്റ്റാണ്. നീ ദൈവപുത്രനാണെങ്കിൽ താഴേക്ക് ചാടുക. അപ്പോൾ 10 പിശാചെന്ന് പറയും, പിശാചിനോട് പറയും ഞാനല്ല, ഞാൻ ചാടാനൊന്നുമില്ല, ഞാൻ അല്ല പോരെ. അപ്പോൾ നമ്മളുടെ ക്രിസ്തീയ പൗരത്വത്തിനെതിരായിട്ടുള്ള ടെസ്റ്റാണ് വരാൻ പോണത്. ഈശോയ്ക്ക് എന്താ, ഈശോയുടെ ദിവ്യത്വത്തിനെതിരായിട്ടുള്ള ടെസ്റ്റാണ് വന്നത്. ഇപ്പോൾ നമുക്ക് വരാൻ പോണത് എന്താണ്? നമുക്ക് ദിവ്യത്വമില്ല, പക്ഷെ നമുക്ക് പൗരത്വമുണ്ട്. എവിടെ? നമുക്ക് സ്വർഗീയ പൗരത്വമുണ്ട്. നമ്മുടെ പൗരത്വം സ്വർഗത്തിലാണെന്ന് പൗലോസ് പറഞ്ഞില്ലേ? ആ സ്വർഗീയ പൗരത്വത്തിനെതിരെ ടെസ്റ്റ് ഉണ്ടാവും. നീ ദൈവത്തിൻ്റെ മകളല്ല, വിശ്വാസിയല്ല, വിശ്വാസിയാണെങ്കിൽ എന്ന് പറഞ്ഞ ടെസ്റ്റ് ഉണ്ടാവും. വിശ്വാസിയാണെങ്കിൽ എന്തുകൊണ്ട് നിനക്കത് ലഭിച്ചില്ല? വിശ്വസിക്കാത്തവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും അത് ലഭിച്ചല്ലോ എന്ന് ചോദിക്കും. അതാണ് ചോദ്യം. വിശ്വസിക്കാത്തവർക്കും പ്രാർത്ഥിക്കാത്തവരുടെയും കല്യാണം നടന്നല്ലോ, വിശ്വസിക്കാത്തവരുടെയും പ്രാർത്ഥിക്കാത്തവർക്കും മക്കളുണ്ടായല്ലോ, വിശ്വസിക്കാത്തവർക്കും പ്രാർത്ഥിക്കാത്തവർക്കും പെര വെച്ചല്ലോ, ജോലി കിട്ടിയല്ലോ, ട്രാൻസ്ഫർ ആയല്ലോ, പ്രൊമോഷൻ ആയല്ലോ, നിനക്കെന്താണ് പറ്റാത്തതെന്ന് ചോദിക്കും. അതാണ് സ്വർഗീയ പൗരത്വത്തിനെതിരെയുള്ള ടെസ്റ്റ്. ഈ ടെസ്റ്റ് വിജയിച്ചില്ലെങ്കിൽ നീ തോറ്റാൽ എന്താ പ്രശ്നം? ഈശോ പറയും ഒന്നുകൂടി എഴുതാൻ പറയും. പക്ഷെ എഴുതുമ്പോൾ എന്താണ്? ഒരെണ്ണം തോറ്റാൽ എല്ലാം കൂടി എഴുതണം. അതാണ് പ്രശ്നം. ടെസ്റ്റ് ഒരെണ്ണത്തിൽ തോറ്റ് കഴിഞ്ഞാൽ, അതായത് നീ ഇപ്പോഴും നമ്മൾ വരുന്ന ഓരോ ടെസ്റ്റ് കണ്ടിട്ടില്ലേ? ഇപ്പോൾ ഇംഗ്ലീഷ്, ഇപ്പോൾ IELTS മൊഡ്യൂള് ഇംഗ്ലീഷ് പ്രൊണൗൺസിയേഷൻ തോറ്റു. ബാക്കി എല്ലാത്തിനുണ്ട്. റീഡിങ്ങിനുണ്ട് 7.5, റൈറ്റിങ്ങിനുണ്ട് 7.5, സ്പീക്കിങ്ങിനുണ്ട്, ലിസണിങ്ങിനുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്തെല്ലാം ഇനി ലിസണിങ്ങിനുണ്ട്, റീഡിങ്ങിനുണ്ട്, പക്ഷേ റൈറ്റിങ്ങിനില്ല. അപ്പോഴെന്താ കണക്കാക്കുന്നത്? എല്ലാത്തിനും തോറ്റിരിക്കുക. അപ്പോൾ ഈ ടെസ്റ്റ് വരുമ്പോൾ വിശ്വാസത്തിലുണ്ട്. വിശ്വാസം തോറ്റ് കഴിഞ്ഞാൽ സ്നേഹത്തിൽ തോറ്റ്, പ്രത്യാശയെ തോറ്റ്. മനസ്സിലാകുന്നുണ്ടോ? ഒറ്റ നടക്ക് പോകത്തില്ല. വിശ്വാസത്തിൽ നീ തോറ്റെങ്കിൽ ദൈവം എങ്ങനെ കണക്കാക്കണത്? വേറെ ഒരു മൊഡ്യൂളുണ്ട്, സ്നേഹം, അതിൽ തോറ്റു. വേറൊരു മൊഡ്യൂളുണ്ട്, പ്രത്യാശ, അതിൽ തോറ്റു. വേറൊരു മൊഡ്യൂളുണ്ട്, സമർപ്പണം, അതിൽ തോറ്റു. മൊത്തം തോറ്റ്. സ്നേഹത്തിൽ തോറ്റ വിശ്വാസത്തിൽ തോക്കും. അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് വേണം ഈ മൊഡ്യൂൾസ് 4 കൈകാര്യം ചെയ്യാൻ. വിശ്വാസം, പ്രത്യാശ, സ്നേഹം, പിന്നെന്താണ്? സമർപ്പണം. സമർപ്പണമൊക്കെ പോസ്റ്റ് ഗ്രാജുവേറ്റ് കഴിഞ്ഞ് ഒരു ചേട്ടൻ സാക്ഷ്യം പറഞ്ഞില്ലേ? എന്താ വെച്ചാൽ ഡോക്ടറേറ്റിന് ഇൻ്റർനാഷണൽ ഡെപ്യൂട്ടഡ് മാഗസിനിൽ എൻ്റെ ആർട്ടിക്കിൾ വരാൻ വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തെന്ന് പറഞ്ഞില്ലേ? കാര്യം അദ്ദേഹത്തിന് എനിക്കറിയാം. അദ്ദേഹം കുറേ നാളായിട്ട് കൃപാസനത്തിൽ വരുന്ന ആളാണ്. അദ്ദേഹത്തിൻ്റെ ലൈഫ് മുഴുവനും മോൾഡ് ചെയ്തിരിക്കുന്നത് കൃപാസനത്തിലെ പ്രാർത്ഥന കൊണ്ടാണ്. ഇക്കാലങ്ങളിലല്ല ഉടമ്പടി ഉണ്ടായത്, അതിനു മുമ്പ് കൃപാസനം ഉണ്ടായിരുന്നല്ലോ, ഇല്ലേ? അക്കാലങ്ങളിലൊക്കെ ഉള്ള ആൾക്കാരാണ് അതൊക്കെ. അവരിപ്പോഴൊക്കെയാണ് സാക്ഷ്യം പറയണത്. അപ്പോൾ ചില കാര്യങ്ങൾക്ക് പഴയ പ്രാർത്ഥന പോരാത്ത കൊണ്ടും അതിനെ അപ്ഗ്രേഡ് ചെയ്താണ് അമ്മ മാതാവ് നമുക്ക് ഉടമ്പടി തന്നത്. ഉടമ്പടി ചെയ്തപ്പോൾ കൊണ്ട് ഇൻ്റർനാഷണൽ മാഗസിനിൽ പെട്ടെന്ന് അടിച്ചു വന്നു. എനിക്കറിയാം അതിൻ്റെ ബുദ്ധിമുട്ട് എന്താണെന്ന്. കാര്യം മലയാളം മീഡിയത്തിൽ പഠിച്ചു വന്ന ആളാണ്, നാട്ടിൻപുറത്തുകാരനാണ്, അല്ലാതെ ബോംബെയിലും അമേരിക്കയിലും ജീവിച്ച ആളല്ല. അപ്പോൾ അവർ ഇൻ്റർനാഷണൽ മാഗസിനിലേക്ക് ഒരു ആർട്ടിക്കിൾ വരികയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഇമ്പോസിബിൾ. അതാണ് സംഭവം. പക്ഷെ ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ അമ്മ ഞാനെ സഹായിക്കും, അതുകൊണ്ട് എൻ്റെ റെപ്യൂട്ടേഷനിലേക്ക് വരുന്നു. ഇപ്പോൾ ഒരു അമ്മച്ചിയുടെ സാക്ഷ്യം പറഞ്ഞില്ലേ? അമ്മച്ചി ഇവിടുത്തെ പ്രേക്ഷിതയാണെന്ന് പറഞ്ഞില്ലേ? കറക്റ്റാണേ. കൃപാസനം തുടങ്ങിയ കാലം മുതൽ ഇവിടെ വന്ന് നിന്നിരുന്ന് പ്രാർത്ഥിക്കുന്ന ആളാണ്, പ്രവർത്തിക്കുന്ന ആളാണ്, ജവമാര സെക്രട്ടറിയുള്ള ആളാണ്. അമ്മച്ചി ഒരു ദിവസം എൻ്റെ പള്ളി ഞാൻ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായി. അത് ഞാൻ പറഞ്ഞ ഈശോ എന്നാ സംഭവമാണെന്ന് പറഞ്ഞാൽ നിൻ്റെ സ്വന്തം അമ്മയെപ്പോലെ കരുതിയേക്കണം, എനിക്ക് വേറെ ഒന്നും പറയാനില്ലെന്ന് പറഞ്ഞു. കർത്താവിൻ്റെ വേല ചെയ്യണ ആൾക്കാരല്ലേ. അപ്പോൾ എന്താ പ്രശ്നം വെച്ചാൽ എനിക്കറിയാം അവർക്ക് 80 വയസ്സ് അടുത്തുണ്ട്. 80 വയസ്സൊക്കെ കഴിഞ്ഞാൽ ചില ആൾക്കാർക്ക് റിലേ പോകും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. വൈദ്യശാസ്ത്ര മരുന്നൊന്നുമില്ല. എനിക്കറിയാം. ഞാൻ 27 വർഷമായിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ടൈം കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഓർമ്മഭ്രമം ഉണ്ടാവും, മൊത്തം കണക്ഷൻ പോവും. എന്നിട്ട് എപ്പോഴും രാത്രിയൊക്കെ എഴുന്നേറ്റ് നടക്കും. എന്നിട്ട് വെറുതെ ആവശ്യമില്ലാതൊക്കെ ഓരോ ഇഷ്യൂസ് ഉണ്ടാക്കും. അത്രയും നാൾ നമ്മുടെ ഒരു വലിയ സ്നേഹം കൈപ്പറ്റി ജീവിച്ച ആളാണ്. ഈ ഓർമ്മഭ്രമം ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരാഴ്ച കൊണ്ട് അവരെ നമ്മൾ വെറുക്കും. ഭയങ്കര സങ്കടകരമായൊരവസ്ഥയാണത്. ഭയങ്കര സങ്കടകരമായ അവസ്ഥയാണ് റിലേ പോണമെന്ന് പറഞ്ഞത്. അൽഷിമേഴ്സ് പോലെ വേറൊരു സാധനമാണ്.
അൽഷിമേഴ്സിൻ്റെ തന്നെ കുറച്ചുകൂടി അതൊരു വെറൈറ്റിയാണ്. അത് പിന്നെ അനങ്ങാതെ എവിടെയും കിടന്നുള്ളൂ. ഇതങ്ങനെയല്ല, കിടക്കത്തില്ല. പല പല വിഷയങ്ങൾ കാണിക്കും. അത് ഗുണമുള്ളതും ഇല്ലാത്തതും കുഞ്ഞുങ്ങൾ കണ്ട ഇഷ്ടപ്പെടാത്തതും ഒക്കെ ആയിട്ട് കുറേ വൈകൃതങ്ങൾ കാണിക്കും. അതുകൊണ്ട് നമുക്ക് ഇയാളെ വെറുക്കും. അവസാനം എങ്ങനെയെങ്കിലും ഇയാളെ ചത്ത് കിട്ടിയാൽ മതിയെന്ന് മനസ്സറിയാണ്ട് ആഗ്രഹിച്ചു പോകും. ഇങ്ങനെ ഒരു പ്രത്യേക സിറ്റുവേഷൻ അതാണത്. അത് എനിക്കറിയാവുന്നതുകൊണ്ട് ഞാൻ ഈശോ കാര്യങ്ങളൊക്കെ അറിയാം. ഇത് നിനക്കല്ല വേറെ ആർക്കും ഇത് തൊടാൻ പറ്റത്തില്ല വിഷയം. അതുകൊണ്ട് നിൻ്റെ അമ്മ പോലെ കരുതിയേക്കണം, വേറെ എനിക്കൊന്നും പറയാനില്ലെന്ന് പറയും. അത് പ്രെയർ ആ സമയത്ത് വരണമാണത് കാര്യങ്ങൾ വരുമ്പോൾ. അപ്പോഴവരത് ചെയ്തെങ്കിലും പക്ഷെ അത് ഉടമ്പടി പിന്നെ ആ വിഷയം ആവർത്തിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, നീ ഉടമ്പടി ചെയ്യും. ഉടമ്പടി എന്ന് പറയുന്നത് എന്താ പ്രശ്നം? അമ്മ നേരിട്ട്, ഇപ്പം ഞാനല്ലേ മധ്യസ്ഥം വഹിച്ചത്, ഉടമ്പടി ഞാനല്ല മധ്യസ്ഥം വഹിക്കണത്. ഉടമ്പടി അമ്മ മദർ നേരിട്ട് മധ്യസ്ഥം വഹിക്കുകയല്ലേ. മദർ കയ്യിൽ നിന്ന് വിട്ടുപോയാൽ പിന്നെ പോയതാണ് ആ സാധനം. ഞാൻ പറഞ്ഞു മദർ മധ്യസ്ഥം വഹിക്കട്ടെ, അമ്മ പറയട്ടെ. ഇതിന് അമ്മ പറഞ്ഞ് അറസ്റ്റ് ചെയ്യണ പോലെ സംഭവം നിൽക്കും. അതാണ് ഉടമ്പടി കാര്യം. ഉടമ്പടി ചെയ്ത് കഴിഞ്ഞപ്പോൾ അതെല്ലാം അതിൻ്റെ ഉള്ള എല്ലാ നേർച്ച വസ്തുക്കളും ഒന്നുപോലും ഇല്ല. എല്ലാം ബൈബിളിലുള്ള നേർച്ച വസ്തുക്കൾ മാത്രമേ ഉള്ളൂ. ദൈവം അതിന് നിഗൂഢമായ രഹസ്യം നമുക്ക് വെളിപ്പെടുത്തി. അത് പ്രത്യേക കാര്യമൊന്നുമില്ല. ഞാൻ സ്നേഹിക്കുന്നവനെ ഞാൻ ഇന്നെ തന്നെ വെളിപ്പെടുത്തും. 14:21 വചനം. ഉടമ്പടി മുഴുവൻ വെളിപാടാണ്. അതെന്ത്? നമ്മൾ ദൈവത്തെ സ്നേഹിക്കുന്നു എന്ന്, നമ്മൾ ദൈവത്തിൻ്റെ സത്യസന്ധനാണ്, ദൈവത്തിൻ്റെ സാക്ഷിയാണ്, ദൈവത്തിൻ്റെ പ്രവർത്തകയാണ്, കർത്താവിന് വേണ്ടി ജീവിക്കുന്നവളാണെന്ന് എങ്ങാനും ഈശോയ്ക്ക് മനസ്സിലായ സംഭവം ഒക്കെയാവും. ഇപ്പം ഇന്നലെ ഒരു സാക്ഷ്യം ഉണ്ടായി. എന്താ സാക്ഷ്യം എന്നറിയാമോ? ഒരു മകള്, ആ മകളുടെ ഭർത്താവ് പൊന്നുപോലെ ഇവളെ സ്നേഹിക്കുന്ന ആളായിരുന്നു. വസ്ത്രം, ഭക്ഷണം എല്ലാം തിരക്കും, സുഖദുഃഖങ്ങളെല്ലാം അന്വേഷിച്ച് അവൾക്ക് വേണ്ടി ജീവിക്കണ പോലെ ജീവിക്കായിരുന്നു. പെട്ടെന്ന് ഈ മനുഷ്യൻ്റെ മനസ്സ് മാറിപ്പോയി. കാര്യം എങ്ങനെ മാറിയ? അതാണ് ഈ സംരക്ഷണം വേണമെന്ന് പറയണത്. ഈ ഉടമ്പടി പ്രാർത്ഥന നമുക്ക് സംരക്ഷണം തരും. ചോദിച്ചപ്പോൾ അങ്ങനെ പറഞ്ഞെന്ന് തോന്നണം. എനിക്കത് ഇഷ്ടപ്പെട്ടായിരുന്നു. ഉടമ്പടി പ്രാർത്ഥന ചേച്ചിയാണോ പറഞ്ഞത്? സംരക്ഷണം തരും. അതൊരു സംരക്ഷണമാണ്. ഇപ്പോൾ കാശുരുവായാലും ദൈവം നമ്മുടെ കൂടെ വസിക്കും, നമുക്കൊരു സംരക്ഷണം തരും. അതായത് നമുക്ക് ചിന്തിക്കാനാവാത്ത, നമ്മൾ ആലോചിക്കാത്ത അവിചാരിതമായ അപകടങ്ങളിൽ നിന്നൊക്കെ ഇത് സംരക്ഷിക്കും നമ്മളെ. അത് ഭൗതിക മേഖലയിൽ വേണം, എല്ലാ മേഖലയിലും വേണം. ഈ മകൾക്ക് ഒരു സംരക്ഷണം നഷ്ടപ്പെട്ട്. എന്താണെന്നറിയാവോ? ഈ മകളുടെ ഭർത്താവ് ഒരു ബാല്യകാല പ്രണയം ഉണ്ടായിരുന്നു. ഓരോ മനുഷ്യൻ ഓരോ പിശാചുവിൻ്റെ വരവേ. ഇനിയിപ്പോൾ പുതിയ ഇതൊക്കെ കേൾക്കുമ്പോൾ ഞാൻ പുതിയ പരിപാടിക്കൊന്നും പോയേക്കതേ. ബാല്യകാല പ്രണയം. അവൾ ആരാണ്ടരെ കല്യാണം കഴിച്ച് ആ കാലം കഴിഞ്ഞു പോയി. ഇപ്പോഴുണ്ട് ഇവനെ കണ്ടുമുട്ടിയിരിക്കണം. മാതാവേ, പണിയായി. പഴയ സെൻറ്റിയൊക്കെ അടിക്കാൻ തുടങ്ങി, പഴയ സെൻറ്റിമെൻ്റലൊക്കെ അടിക്കാൻ തുടങ്ങി. ഇപ്പം അവനും ഇവളും തമ്മിൽ ലവായി. ഓരോ വയ്യാവിലും എന്നെ വരെ കണ്ടില്ലേ, മര്യാദ കുടമ്പടി എടുത്തു വേണ്ട. അയ്യേ, ഇതൊരു പ്രൊട്ടക്ഷനാണ്. ഇതൊക്കെ എന്താ സംഭവിക്കണം? ഇത് വല്ല കാര്യമുള്ള കാര്യമാണ്. ഒരു പിശാച് എന്നെ വരെ കണ്ടില്ലേ, അവിചാരിതമായിട്ട് പിശാച് വരികയാണ്. എന്നിട്ട് പിന്നെ ഈ യഥാർത്ഥ ഭർത്താവ് യഥാർത്ഥ ഭാര്യയോട് പിന്നെ സംസാരിക്കത്തില്ല, പിന്നെ ശാരീരിക ബന്ധമില്ല, ഒന്നുമില്ല, അയാൾക്കൊന്നും പിടിക്കത്തില്ല. എന്നിട്ട് ആ പഹയൻ മറ്റവളെക്കുറിച്ച് വലിയ ആനക്കാര്യങ്ങൾ ഇവളോട് പറയും. അത് ചങ്കക്കുത്തണ പോലെ അല്ലേ? എന്തൊരു കഷ്ടമാണെന്ന് നോക്കി. അങ്ങ് വല്ലാണ്ട് അങ്ങ് പോവുകയാണ്. ഹൃദയം ഇങ്ങനെ എടുത്തിട്ട് കൊത്തി നുറുക്കണ പോലെയുള്ള അവസ്ഥയാണ്. എന്തിനും ജീവിക്കണം. ചില സമയത്ത് നമ്മളിങ്ങനെ, ഇപ്പോൾ ആ ജിതിൻ ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ, എൻ്റെ 4 വണ്ടി കേടായപ്പോൾ എനിക്ക് ആത്മഹത്യ ചെയ്യാൻ തോന്നിയെന്ന് പറഞ്ഞില്ലേ. പാവപ്പെട്ടവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവൻ്റെ പൊസിഷൻ അതാണ്. അപ്പോഴപ്പം എൻ്റെ ഉള്ളിലുണ്ട്, എന്തായാലും ശരി എൻ്റെ കർത്താവ് അന്ത്യനിമിഷമാണെങ്കിലും വന്ന് എന്നെ സഹായിക്കും. അപ്പോൾ 2.5 മണിക്കൂർ ട്രെയിൻ ഓടിച്ചില്ലല്ല, അതെന്ത് പരിപാടിയെന്ന് എനിക്കറിയാൻ പാടില്ല. നിങ്ങളൊന്ന് ചെന്ന് അരുൾക്കുറ്റി പോയി നോക്കി നിന്നേ, അത് 1/2 മണിക്കൂർ ഇടപെട്ട് ട്രെയിൻ പോകേണ്ടവിടെ കൂടി 2.5 മണിക്കൂർ സാധനം ബ്ലോക്ക് ചെയ്തിട്ടിരിക്കുകയാണ്. നീ ദൈവത്തിന് വിശ്വാസമുള്ളവനാണെങ്കിൽ നിൻ്റെ മാനുഷികമായ ഒരു പോരായ്മ കൊണ്ട് ഒരു കൈയൊത്തം സംഭവിക്കാൻ പോകണമെന്ന് പറഞ്ഞാലും അമ്മ തൻ്റെ നില മേലങ്കിയുമായിട്ട് വരും, അല്ലെങ്കിൽ ഈശോ പറഞ്ഞേക്കും. സുധുഡ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.
അപ്പോഴീ മകളുടെ വിഷയം എന്ന് വെച്ചാൽ അവൾ ഇന്നലെ എന്നോട് പറഞ്ഞ ഒരു വാക്ക് എന്നെ വല്ലാണ്ട് ഇഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറഞ്ഞാൽ അപ്പോൾ കുറേ നാളായല്ല പൈസ തന്നെ അയച്ചു കൊടുക്കണത് മിനിമമാണ് കറണ്ട് ചായ അടക്കാനും അത്യാവശ്യം ഭക്ഷണം കഴിക്കാനും ഇങ്ങനെ ഒരാൾ ഉള്ള കാരണം അവൾ കേസിനും വാക്കാണത്തിനൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഒരു മുട്ടുശാന്തി പോലെ ഇയാൾ ചെയ്യൽ. അവളുടെ കൂടെയാണ് ഇയാളുടെ കാര്യങ്ങളല്ല, ജീവിതം തീർന്ന്. എന്നിട്ട് ഈ തീ നിന്നുകൊണ്ട് ഇവിടെ ഇന്നൊരു വാക്ക് എന്നോട് പറഞ്ഞത് ഇവിടെ വെച്ച് ഇപ്പോൾ കൗൺസിലിംഗ് എല്ലാം നടക്കുന്നത് ബലിപീഠത്തിലാണല്ലോ. ഞാൻ അവിടെ ഇവിടെ ഇരുന്ന് നടക്കുകയായിരുന്നു. പിന്നീട് എനിക്ക് മനസ്സിലായി അമ്മമാരെ പ്രത്യക്ഷപ്പെട്ട ബലിപീഠത്തിൽ തന്നെ നിന്ന് കൗൺസിൽ ചെയ്യണമെന്ന്. അപ്പോൾ അവളിവിടെ ഇന്നൊരു വാക്ക് പറഞ്ഞു, എൻ്റെ അച്ഛാ എൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നം എൻ്റെ ഈശോയ്ക്ക് ഞാൻ ഏൽപ്പിച്ചോളാം. ആ മനുഷ്യൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടു പോകത്തില്ലേ, അതാണ് എൻ്റെ വേദനയെന്ന്. എൻ്റെ അമ്മേ, എനിക്കങ്ങനെ വല്ലാണ്ട് ഇഷ്ടപ്പെട്ടു. ഞാൻ മിണ്ടിയില്ല. ഇങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഇപ്പോഴും ജീവിച്ചിരിക്കണമല്ലോ എന്ന് ഓർക്കുമ്പോൾ ദൈവത്തിന് നന്ദി. വിശ്വാസി ജീവിക്കുകയാണ്. അച്ഛാ എൻ്റെ പ്രശ്നമല്ല, എൻ്റെ പ്രശ്നവും സങ്കടവും അത് ഞാൻ ഈശോയ്ക്ക് ഏൽപ്പിച്ചോളാം. പക്ഷെ ആ മനുഷ്യൻ്റെ ആത്മാവ് ഈശോയ്ക്ക് നഷ്ടപ്പെടത്തില്ലേ, അതാണ് എൻ്റെ വേദനയെന്ന്. അപ്പോൾ എൻ്റെ മനസ്സൊന്ന് അത് ഉപ്പ് അല്ലേ സംരക്ഷിക്കണത്. ജീവിത പങ്കാളി കൈമോശം വന്ന് പോകുമ്പോഴും ജീവിതത്തിലൊന്നും അവശേഷിക്കാതിരിക്കുമ്പോഴും കർത്താവിൻ്റെ നാമത്തിൽ കർത്താവിന് ജീവിത പങ്കാളിയുടെ ആത്മാവ് നഷ്ടപ്പെട്ടു പോരുതെന്ന് ഒരു സ്ത്രീ വിചാരിച്ചാൽ ഈശോയ്ക്ക് അവരോട് എന്തുമാത്രം സ്നേഹമുണ്ടാവും. കാര്യം അതൊരു സുവിശേഷ പ്രഖ്യാപനമാണത്. അതൊരു സുവിശേഷ അതായത് സുവിശേഷം അങ്ങനെയും ജീവിക്കാവുന്നതിൻ്റെ അർത്ഥം മനസ്സിലായില്ലേ? നമ്മൾ പലരും പ്രാർത്ഥികർത്താവ് ഉടമ്പടി എടുക്കുമ്പോൾ മറ്റവളുടെ തല ഇടിവെട്ടണം. ദൈവമേ ഉടമ്പടി എടുത്തിട്ടുണ്ട്, മാതാവ് ഇടിവെട്ടിക്ക് വരട്ടെ എൻ്റെ അടുത്ത് കളിച്ചാൽ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെയല്ല സംഭവം. അതായത് ഈശോയുടെ ആത്മാവാണ് നമ്മളിലേക്ക് ആവഹിക്കേണ്ടത്. കാര്യം ഈശോ നമ്മൾ എന്താ കണ്ടത്? യേശുക്രിസ്തു എല്ലാമാണെന്ന് കണ്ടില്ലേ ഇല്ലേ? അതായത് നിനക്ക് ആവശ്യമുള്ള ജീവിതാവസ്ഥകളെ, നീ അഭിമുഖീകരിക്കുന്ന ജീവിത പ്രയാസങ്ങളെയും നിനക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കഠോര സങ്കടങ്ങളിലൂടെയാണ് പോണതെങ്കിലും നിനക്ക് സ്യൂട്ടബിളായിട്ടുള്ള ഒരു അഭിഷേകം ഈ വഴി നടത്തൽ ഈശോയ്ക്കുണ്ട്. അതാണ് ഈശോ എല്ലാമാണെന്ന് പറയണത്. ഈശോയെ നാഥനും രക്ഷകനുമായി ഏറ്റുപറയുന്ന എല്ലാവരിലുമാണെന്ന്. ഈശോ എല്ലാമാണെന്ന് മാത്രമല്ല കൊളോസ്യസ് 3:11 പറയണത്. ഈശോയെ കർത്താവെന്ന് വിളിക്കണ എല്ലാവരിലുമാണെന്ന്. കൃപാസനം പത്രത്തെക്കുറിച്ച് സാക്ഷ്യങ്ങളൊന്നും സ്വരത്തിൽ പറയാൻ പാടില്ല, പറയുന്ന രൂപതയെന്ന് എനിക്ക് നിർദ്ദേശമുള്ളതാണ്. അതുകൊണ്ട് ഇപ്പോൾ കൃപാസനം അനേകം സാക്ഷ്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഞങ്ങളൊന്നും ഇവിടെ ഉൾപ്പെടുന്നു. പക്ഷെ ഒരു സാക്ഷ്യം അറിയാതെ കയറി വന്നിട്ടുണ്ട് ഇവിടെ. അതെന്താണെന്നറിയാവോ? വീട്ടിൽ ഭയങ്കര മരപ്പട്ടി ശല്യം. അത് മിക്കവാറും ഈനാമ്പച്ചി ഉണ്ടാവും. വീട്ടിൽ ഭയങ്കര മരപ്പട്ടി കൊണ്ട് പൊറുതിമുട്ടിട്ട്. അപ്പം അങ്ങനെ ഞാൻ கொஞ்சം കൃപാസനം പത്രം കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ്, സാത്താനെ ഈശോയുടെ നാമത്തിൽ കൽപ്പിക്കുന്നു, നീ വിട്ടുപോകാൻ പറഞ്ഞു. ഈ ബാധകൾ, ശല്യങ്ങൾ, അവിടെ പത്രമല്ല വിഷയം. എന്താ വിഷയം? പത്രം ഒരു അടയാളമാണ്. ഉടമ്പടി കാശുരൂപം ഒരു അടയാളമാണ്. അടയാളം ഇപ്പോഴൊന്നും തുടങ്ങിയൊന്നും അല്ല. സംഖ്യ 21:8 മോസസിന് ജനങ്ങൾ പറഞ്ഞു, ആത്മീയ സർപ്പങ്ങൾ പലരെയും കൊത്തി, പലരും മരിച്ചുകൊണ്ടിരിക്കണ, വാട്ട് ടു ഡു എന്ന് ചോദിച്ചപ്പോൾ കർത്താവേ സർപ്പങ്ങളെ പ്രതിരോധിക്കാൻ, സർപ്പങ്ങളെ പിൻവലിക്കണമെന്നാണ് മോസസ് പ്രാർത്ഥിച്ചത് അല്ലേ? പിൻവലിക്കണമേ. ഈ വരുന്ന സാധനങ്ങളെല്ലാം പിൻവലിക്കാൻ പറ്റും. ശത്രുക്കളെപ്പോലും പിൻവലിക്കാൻ പറ്റും. പിൻവലിക്കാൻ നിസ്സാര കാര്യമല്ല. ഈ ചാഴി വിലക്ക്, അതുപോലെ തന്നെ ചില പറയില്ല ഭയങ്കര ഉറുമ്പായിരുന്നു വെച്ചാൽ പറമ്പ് മുഴുവനും കൃപാസനം ഉപ്പ് കൊണ്ട് വിതറിയപ്പോൾ അത് പിൻവലിഞ്ഞു പോയി. ചത്തതല്ല, DDT ഇടുമ്പോഴാണ് ചാകണത്. മറ്റത് പിൻവലിക്കുകയാണ്. കർത്താവ് പിൻവലിച്ച് കളയും. അതുപോലെ തന്നെ ആത്മീയ സർപ്പങ്ങളെ പിൻവലിക്കണമെന്നാണ് പറയണത് മോസസ് പ്രാർത്ഥിച്ചത്. നമ്മൾ മോസസിൽ നിന്നാണ് മനസ്സിലാക്കുന്നത് സർപ്പം, ബാധ, പിശാച്, തേള്, അതുപോലെ തന്നെ എലി, ഇങ്ങനെ എല്ലാ സാധനത്തിനെയും പിൻവലിക്കാൻ കഴിയുമെന്ന് അല്ലേ? കർത്താവ് പറഞ്ഞ് പിൻവലിക്കാൻ പറ്റും. നീ പരിശുദ്ധാത്മ നിറഞ്ഞ് പറഞ്ഞ കറക്റ്റാണ്. ഈ ബാധയെ പിൻവലിക്കാൻ പറ്റും. പക്ഷെ ഒരു കാര്യം നീ കാണണം, നീ ഒരു അടയാളം സ്ഥാപിക്കണമെന്ന്. പ്രൈസ് ദ ലോർഡ്.
നീ ഒരു ഞാങ്കണക്കെട്ടിൽ ഒരു പിത്തള സർപ്പത്തെ ഉണ്ടാക്കി അടയാളമായി സ്ഥാപിക്കണം. അതാണ് കൃപാസന കാശുരൂപം അടയാളമാണ്. ഇവിടെ വെഞ്ചരിക്കണ എല്ലാം എന്തിനാണ്? അതല്ല ദൈവം, അതല്ല കർത്താവ്. പിന്നെ അതെന്താണ്? നമ്മുടെ വിശ്വാസത്തിൻ്റെ അടയാളമാണ്. നാം വിശ്വസിക്കുന്നു. അതല്ലോ പറഞ്ഞത് എന്താണ്? ഇത് വെച്ചിട്ട് എന്താ പറഞ്ഞത്? കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ശാസിക്കുന്നു, നീ വിട്ടുപോകാൻ. അത് കർത്താവിൻ്റെ നാമത്തിലാണ് പറയണത്. കർത്താവിൻ്റെ നാമം വെറുതെ ഉദ്ഘോഷിക്കപ്പെട്ടാൽ മതി. പന്തങ്ങളും കുന്തങ്ങളും കുറുവടി വടിവാടം എല്ലാം കൂടി കർത്താവിനെ കൊല്ലാനും തിന്നാനും കൂടി കുറേ ആൾക്കാർ വന്നില്ലേ യോഹന്നാൻ്റെ സുവിശേഷത്തിൽ? ഇല്ലേ? യോഹന്നാൻ്റെ സുവിശേഷം 18:6 അവർ കർത്താവിനെ ബന്ധിക്കാൻ വേണ്ടി ആയുധങ്ങളുമായിട്ട് പന്തങ്ങളുമായിട്ട് വന്നു. അപ്പോൾ കർത്താവ് ചോദിച്ചു, എന്ത് ചോദിച്ചു? ഹൂം ഡു യു സീക്ക്? നിങ്ങൾ ആരെ അന്വേഷിക്കുന്നു? അവരെന്താ പറഞ്ഞു? നസ്രായനായ യേശുവിനെ. അപ്പോൾ ഈശോ പറഞ്ഞു, ദാറ്റ് ഇസ് ഐ ആം. അത് ഞാനാണെന്ന് പറഞ്ഞതേ ഉള്ളൂ. അവർ പിന്നാക്കം മാറി നിലം പതിച്ചു. ഈശോൻ്റെ വാക്ക് എവിടെ ഉദ്ഘോഷിക്കുന്നുവോ നിന്റെ ശത്രു പിന്നാക്കം മാറി നിലം പതിക്കും. കൈ അടിച്ച് കടത്താണ്. യേശു കർത്താവ് ജീവിക്കുന്നു. ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. മക്കൾ, ഈ കാലത്ത് ഇത് ആധ്യാത്മികമായ നിങ്ങളുടെ ഒരു വിളവെടുപ്പ് കാലമാണ്. ഈ കാലത്ത് നിങ്ങൾ ശരിക്കും നിങ്ങൾ കർത്താവിനെ പഠിക്കണം, പ്രാർത്ഥിക്കണം. അതായത് ഇപ്പോഴും നമ്മളൊരു വെളുപ്പിനിടുന്നവർ പ്രാർത്ഥിക്കുന്നു, സന്ധ്യയ്ക്ക് പ്രാർത്ഥിക്കുന്നു, ജപമാല പ്രാർത്ഥിക്കുന്നു, കുമ്പസാരിക്കുന്നു, കുർബാന സ്വീകരിക്കുന്നു ക്രൈസ്തവരെ. പിന്നെ മാസത്തിലൊരു ധ്യാനത്തിൽ വരുന്നു. ഇത് ഒരു ഈ ഒരു കാലത്തിൽ നിങ്ങൾ തീവ്രമായിട്ട് കർത്താവിൻ്റെ ശക്തിയെക്കുറിച്ച് പ്രാർത്ഥിക്കണം. എന്നിട്ട് വിശ്വാസം നിങ്ങൾക്ക് പ്രയോഗിക്കാനുള്ള കരുത്ത് നേടണം. വിശ്വാസം പ്രയോഗിക്കാനുള്ള. ഞാനിപ്പോൾ പറഞ്ഞ ആ ചേച്ചി പറഞ്ഞില്ലേ, പിന്നെ ആ സാധനത്തെ അവിടെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞില്ലേ, പിന്നെ മരപ്പട്ടിയെ, എൻ്റെ അർത്ഥം എന്താണ്? മരപ്പട്ടിനും പിശാചിനും നിങ്ങൾക്ക് ഓടിക്കാൻ പറ്റുമെന്നല്ല എൻ്റെ അർത്ഥം. അപ്പോൾ ജോസഫച്ചൻ പറഞ്ഞ കാര്യമില്ലല്ലേ, അല്ലേ? നിങ്ങൾ വിചാരിച്ചാൽ, നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ എല്ലാ ബാധത്തിനെയും പിശാചിനെയും ബോധത്തിനെയും നിങ്ങൾക്ക് നിങ്ങളുടെ നാവിലെ അക്ഷരം കൊണ്ട് ആട്ടിപ്പായിക്കാൻ പറ്റും. എന്താ കാര്യം? വചനം എന്താ പറയണത്? യേശു കർത്താവാണെന്ന് ഹൃദയത്തിൽ, ദൈവം അവന് മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കണം. ഈ അധരം എന്തിൻ്റെ അധരമായിരിക്കണം? ഈ അധരമെന്ന് ഇപ്പം യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞാൽ നീ രക്ഷ പ്രാപിക്കും, അല്ലേ? യേശു കർത്താവാണെന്ന് ഇപ്പോൾ റോമ 10:9 അല്ലേ, നമ്മളെല്ലാവരും കേൾക്കുന്ന വചനമാണ്. യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റു പറയുകയും പറഞ്ഞേ, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന്, ദൈവം അവനെ മരിച്ചവരെന്ന് ഉയർപ്പിച്ചെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും ചെയ്താൽ നീ രക്ഷ പ്രാപിക്കും. അപ്പം ഈ അക്ഷരം കൊണ്ട് ഏറ്റുപറയുന്ന മുമ്പ് ഇപ്പം ആ ചേച്ചി എന്താ ചെയ്തത്? പത്രം കൊണ്ട് വെച്ചിട്ട് പറഞ്ഞ് യേശുനാമത്തിൽ കൽപ്പിക്കുന്ന പിശാചെ വിട്ടുപോകാൻ പറഞ്ഞ് അധരം കൊണ്ട് ഏറ്റു പറഞ്ഞതാണ്. ആരാണ്? യേശു കർത്താവാണ്. അപ്പോൾ യേശു കർത്താവാണെന്ന് അത്തരം കൊണ്ട് ഏറ്റു പറയാം. ഇപ്പം നിങ്ങളുടെ മക്കൾക്ക് പനിയാ, അല്ലെങ്കിൽ നിങ്ങളുടെ ഭർത്താവ് ഡോക്ടർ പറഞ്ഞത് മോശമാണല്ല, പ്രഷർ കൂടിക്കൊണ്ടിരിക്കണമല്ല, ക്രിയാറ്റിൻ കൂടിക്കൊണ്ടിരിക്കണമല്ല എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് തൻ്റെ ഇടം ഉണ്ടാകണം. എന്താ കാര്യം? ക്രിയാറ്റിനായാലും പ്രഷറായാലും അത് സൂപ്പർ സ്പെഷ്യാലിറ്റി ഡോക്ടറല്ല കർത്താവ്, യേശു ക്രിസ്തുവാണ് കർത്താവ് എന്ന് പറയണം. എന്നിട്ട് നീ അകത്ത് കയറിയിട്ട് നീ വിശ്വാസ പ്രമാണം ചെയ്യണം. കാര്യം നമ്മുടെ വിശ്വാസ പ്രമാണം എന്താ? നമ്മുടെ വിശ്വാസ പ്രമാണം എന്താ? അത് ദൈവം അവന് മരിച്ചവരെന്ന് ഹൃദയത്തിൽ വിശ്വസിക്കുകയും യേശു കർത്താവാണെന്ന് ഏറ്റുപറയുകയും ചെയ്യുന്നതിൻ്റെ ബൃഹത്തായ ഫോമാണ് വിശ്വാസ പ്രമാണം. അത് നമുക്ക് എങ്ങനെ ചെല്ലാം? പരമാവധി വിശ്വാസം പ്രഖ്യാപിക്കുമ്പോൾ
മുട്ടയിൽ നിന്ന് തന്നെ പ്രാർത്ഥിക്കാൻ നോക്കണം. മുട്ട നിൽക്കാൻ പറ്റാത്ത സ്ഥലത്താണെങ്കിൽ മുട്ട നിൽക്കേണ്ട. പക്ഷെ മുട്ടയിൽ നിൽക്കാൻ പറ്റണ സ്ഥലവും പറ്റാത്ത സ്ഥലവും തീരുമാനിക്കുന്നത് ആരായിരിക്കും? വിശ്വാസിയായിരിക്കും. മനസ്സിലായില്ലേ? ഇപ്പം ചന്ത സ്ഥലത്താണ്, നിൻ്റെ പെട്ടെന്ന് വണ്ടി ഇടിച്ച് മോശമാണെന്ന് ഇപ്പോൾ അയാളുടെ ഡ്രൈവർ വണ്ടി ഇടിച്ചു, ഡ്രൈവറിന് നില പരിങ്ങളി എന്ന് പറഞ്ഞില്ലേ? അപ്പോൾ നമ്മൾ ചാടിയെടുത്ത് വണ്ടി എടുത്ത് പോകും. പക്ഷേ വിശ്വാസമുള്ളവരാണെങ്കിൽ അവിടെ മുട്ട നിന്നിട്ട് ഡ്രൈവറിനെ ജീവൻ സമർപ്പിച്ച് വിശ്വാസപ്രമാണം ചെല്ലും. നമുക്ക് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട, കത്തോലിക്കിന് വാരിക്കെട്ടി പ്രാർത്ഥിക്കേണ്ട കാര്യമില്ല. അവൻ്റെ പ്രാർത്ഥനകളെല്ലാം അതാണ്. ഈ പ്രാർത്ഥനയാണ് നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അക്രൈസ്തവ സഹോദരർ കേൾക്കുക, വിശ്വാസപ്രമാണം സ്വർഗ്ഗസ്ഥനായത് നന്മ നിറഞ്ഞ മറിയം, മൊത്തം വേർഡ് ഓഫ് ഗോഡാണ്. കാര്യം ഇത് ഈ പവർ കൊണ്ട് ഇടണമെങ്കിൽ നമുക്ക് ഒത്തിരിയേറെ പഠിക്കേണ്ട കാര്യമില്ല, വിശ്വസിക്കേണ്ട കാര്യം മാത്രമേ ഉള്ളൂ. അത് നമ്മൾ പ്രഖ്യാപിക്കുകയാണ്. അത് ഞാനൊരു ദിവസം മാനാശ്ശേരി, ഞാൻ നിങ്ങൾ പറഞ്ഞു മാനാശ്ശേരി നിൽക്കുമ്പോൾ ഞാനൊരു വീട്ടിൽ നിന്ന് അടുത്ത വീട്ടിലോട്ട് പ്രവർത്തകയായിരുന്നു. അന്ന് കുറച്ച് സമയം ഉണ്ടായിരുന്നതുകൊണ്ട് സ്നേഹസംഭവങ്ങളിലൊക്കെ ഈ ജവമാന സഖ്യങ്ങളിലൊക്കെ പോകുമായിരുന്നു. ആടൊരിക്കലാണ് പോണത്. അങ്ങനെ പോയി ഒരു എമർജൻസി ആയിട്ട് കുറച്ച് രോഗി സന്ദർശനം നടത്തിക്കൊണ്ട് ഞാൻ റോഡിലോട്ട് വരുമ്പോൾ ഒരു ചേടത്തി, അപ്പോൾ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഒരു ചേടത്തി അപ്പുറത്തു നിന്നുകൊണ്ട് കൈ കാര്യം കാണിക്കുന്നു, അച്ഛാടെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് മനസ്സിലായി എൻ്റെ അടുത്ത് വരാനാണെന്ന്. അവളുടെ മുഖം കണ്ടപ്പോൾ തന്നെ പ്രാകൃതവും വികൃതവും സങ്കടകരമാണ്. ഞാൻ പിന്നെ ശാന്തമായി നിന്ന് അവർ വരാൻ വേണ്ടി. ഞാൻ എന്ത് പറ്റി? എൻ്റെ അച്ഛ 7 കൊല്ലമായി എൻ്റെ ഭർത്താവ് നാട് വിട്ട് പോയിട്ടെന്ന്. അപ്പം എന്നെ കണ്ടപ്പോൾ അവർ ഈ പ്രാർത്ഥിച്ച് മടുത്തതാണ് വിഷയം. അവർ പ്രാർത്ഥിച്ച് ഇപ്പോൾ എന്നെ ബൈ ചാൻസായിട്ട് കണ്ടതാണ്. അപ്പോൾ അവർ ഈ വിഷയം പ്രാർത്ഥിച്ച് മടുത്ത് എല്ലാവരും പറഞ്ഞു, ഇനി നിങ്ങൾ വല്ല 30-40 ഒക്കെ 41 നടത്തുക, ആളില്ല എന്ന് പറഞ്ഞു. അപ്പോൾ ഇവരാദ്യം പറയുമല്ലേ, എൻ്റെ മക്കളെ അതാണ് സംഭവം. വിശ്വാസം പറഞ്ഞ് ചെല്ലണതല്ല, ആര് ചെല്ലുന്നു എന്നാണ് പ്രശ്നം. മുട്ടേ നിൽക്കണത് എഴുന്നേൽക്കണമെന്നല്ല വിഷയം. നമുക്കതെന്ത് തോന്നണമെന്ന്. ഞാനെന്ത് ചെയ്യുന്നറിയാമോ? അപ്പം തന്നെ മുട്ട എവിടെ മുട്ട ചെയ്യുന്നത്? പള്ളിയിലല്ലേ, റോഡ് ചെമ്പരത്തിപ്പൂ ചെവി വെക്കേണ്ടി വരും മിക്കവാറും. അതാണ് സംഭവം പറയുന്നത്. അതായത് മറ്റുള്ളവരെന്ത് കാണും? ഈ അച്ഛൻ്റെ വട്ടായിരിക്കും, ആ ചേട്ടത്തിനെ ഇവിടെ മുട്ട നിർത്തി. കാര്യം എന്താ? ഇവിടെ ആൾക്കാർ എനിക്കാണെങ്കിൽ നല്ല തിരക്ക് നിൽക്കുകയാണ്. 1 മീറ്റർ 2 മീറ്ററേ ഉള്ളൂ. അപ്പോൾ ഈ വിഷയം ടേക്കപ്പ് ചെയ്തു. ഉടനെ വിഷയം ടേക്കപ്പ് ചെയ്തു, സീരിയസ് ആയിട്ട് എടുത്തു. അവരെ മുട്ട നിർത്തി. ഞങ്ങളൊന്നും പറഞ്ഞില്ല. ചേച്ചി വിശ്വപ്രാൻ ചെല്ലാൻ പറഞ്ഞു. വിശ്വപ്രാൻ അച്ഛാ, ഞാൻ പറഞ്ഞു ഈശോ എവിടെയെങ്കിലും കക്ഷി ഉണ്ടെങ്കിൽ ഉടനെ വരുത്തിയേക്കണം എന്ന് പറഞ്ഞു. വേറെ ഒന്നും പറയേണ്ട കാര്യമില്ല. അവിടെ വേറെ വാരിക്കെട്ടി പ്രാർത്ഥനയൊന്നുമില്ല. ഈശോ എവിടെയെങ്കിലും കക്ഷി ഉണ്ടെങ്കിൽ ഉടനെ വരുത്തിയേക്കണം. എൻ്റെ ദൈവത്തിനെ 24 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ സന്ധ്യക്ക് കയറി വന്നു. അതിൻ്റെ സംഭവം എന്നൊക്കെ മനസ്സിലായോ? ഈ പരിശുദ്ധാത്മാവിന്, എൻ്റെ മക്കളെ ഞാൻ എപ്പോഴും പറയും, പരിശുദ്ധാത്മാവിനെ നിങ്ങൾ വളരെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യേണ്ട ഒരാളാണ്. ഈ നിരാശയും സങ്കടവും ഒക്കെ ഇപ്പോൾ തന്നെ ഒരു സാക്ഷ്യം കേട്ടില്ല. ലൈറ്റ് എ കാൻഡിൽ കൃപാസനം പ്രോഗ്രാം ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആ മോള്. അപ്പോഴവളുടെ ഇൻ്റർവ്യൂ റിജക്റ്റായി, അവളെ പറഞ്ഞു വിട്ടു, ആ കമ്പനി എടുക്കണില്ല. അപ്പോൾ അവൾ ഇത് ഓർത്ത് ലൈവായിട്ട് കണ്ടുകൊണ്ടിരുന്നത് എന്താണ്? കമ്പനി റിജക്റ്റ് ചെയ്താൽ ദൈവം വിചാരിച്ചാൽ തിരിച്ച് വിളിക്കുമെന്ന് ഒരു സാക്ഷ്യം കേട്ട്. അപ്പോൾ ഉടനെ പറഞ്ഞു, കർത്താവ് ആ സാക്ഷ്യം അവൾക്ക് ആരാ ഓർപ്പിച്ചത്? പരിശുദ്ധാത്മാവാണ് ഓർപ്പിച്ചത്. പരിശുദ്ധാത്മാവ് പറഞ്ഞു, മോളെ നീ വിഷമിക്കേണ്ട, നിന്നെ കമ്പനി റിജക്റ്റ് ചെയ്ത് തിരിച്ചു പോരുകയല്ലേ, നീ ഇന്നാൾ ലൈവിലൊരു സാക്ഷ്യം കേട്ടില്ലേ, അത് ഓർത്താൽ മതി, ആ ദൈവം തന്നെ ഞാൻ, നീ ഈശോയോട് പറ. ഉടനെ അവൾ അതുപോലെ ഈശോയോട് പറഞ്ഞു, ഈശോ അയാൾക്ക് ജോലി കൊടുത്ത പോലെ എനിക്കും എൻ്റെ കമ്പനി തിരിച്ച് വിളിക്കണമെന്ന് പറഞ്ഞു. അതാണ് വിശ്വാസം എന്ന് പറയുന്നത്. ഉടനെ ആ സെക്കൻഡിൽ തന്നെ അതാണ് ലൈവൊക്കെ നിങ്ങൾ കാണണമെന്ന് പറയണതേ. ഏതെങ്കിലും കാലത്ത് ദൈവം അത് വെച്ചായിരിക്കും നിങ്ങളെ സഹായിക്കാൻ പോണത്. ആരെങ്കിലും കൃപാസനത്തിൻ്റെ ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ചെറുപ്പക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ ലൈക്ക് ചെയ്യുക മാത്രമല്ല മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കുകയും ചെയ്യണം. അങ്ങനെ ലൈക്ക് ചെയ്താൽ മാത്രം പോരാ, എൻ്റെ മക്കൾ ഷെയർ ചെയ്യണം. ഷെയർ ചെയ്യണേ എന്തിനാ? നിങ്ങളുടെ കൂട്ടുകാർ 100 പേര്. ഇപ്പം മീഡിയയിലെല്ലാം ആരോ ഒക്കെ അഭിഷിക്ത ലഹയെന്ന് ഉണ്ടായത്, എന്തോ സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ടായെന്ന് പറഞ്ഞുകൊണ്ട് അതിൻ്റെ പേരിൽ എന്തെല്ലാം പുലിവാലുകളാണ് ഫേസ്ബുക്കിൽ വരണത്. അപ്പോൾ ഒരുമാതിരിപ്പെട്ട അയ്യോ ബാബിയുടെ വിശ്വാസം പോകും. എൻ്റെ പേടി എന്താണെന്നറിയാവോ? ഇതൊക്കെ നാളെ തെളിയും, അതല്ല പ്രശ്നം.
ഇതൊക്കെ കേട്ടിട്ട് പുതിയ തലമുറ കർത്താവിൻ്റെ ജോലിക്ക് വരാതിരിക്കാൻ വേണ്ടി പിശാച് ബ്ലോക്ക് ചെയ്യാം. അതാണ് സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞത്. ഇതൊക്കെ കേട്ടിട്ട് ആരെങ്കിലും ഒരാളുടെ ഒരു കൊള്ളരായ്മ കേട്ടിട്ട് എന്തെങ്കിലും കേട്ടിട്ട് പുതിയ തലമുറ ഇനി വൈദികരാകാൻ വേണ്ടി വരാൻ വേണ്ടി മറ്റുള്ളവർ അവരുടെ കൂട്ടുകാർ, ഇപ്പം ഞാനും മൈക്കിൾസിൽ പഠിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് ജോൺ ബോൾ പറയും, ജോൺ ബോൾ, ഞാൻ അവൻ്റെ പേര് ഇപ്പോൾ ഓർക്കണ മാർപ്പാപ്പയുടെ പേരാണ് അവൻ്റെ, അവനൊരു യുക്തിവാദിയായിരുന്നു അന്ന്. അവനോട് പറഞ്ഞിട്ടുണ്ട്, എടാ ജോസഫേ, ഈ 20-ാം നൂറ്റാണ്ടിൽ വലിയൊരു അച്ഛനാകുവാടാന്ന്. അപ്പോൾ അന്ന് നോക്കിയാൽ അത് 79 ചോദിക്കുകയാണ്. അപ്പം ഞാൻ ഈശോനോട് പറയാൻ, ഞാനന്ന് രാത്രി ആ ഈശോ ജോൺ ബോൾ ചോദിച്ചാൽ കേട്ടാ 20-ാം നൂറ്റാണ്ടിൽ വലിയ അച്ഛനാകുവാന്ന്. ഇപ്പം തന്നെ ഇതാണ് അവസ്ഥയെങ്കിൽ ഞങ്ങളൊക്കെ അച്ഛനാകുമ്പോൾ എന്തായിരിക്കും സഭയുടെ അവസ്ഥയെന്ന്. എന്നിട്ട് സഭ നിലനിൽക്കണില്ലേ? ഈ സമയത്ത് നിങ്ങളെല്ലാം അവിടെ ഇരിക്കണില്ലേ? കർത്താവിൻ്റെ അടയാളം കേൾക്കണില്ലേ? കൈ അടിച്ച് കർത്താൻ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന്. അപ്പോൾ ഈശോയ്ക്ക് മനസ്സിലാകണം, നമ്മളെ ഈ നടു റോട്ടിലില്ല, വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചെളി വന്ന് വിളക്കി വിട്ട് മുട്ട കഴിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഈശോയ്ക്ക് പിന്നെ നമ്മുടെ ഡ്യൂട്ടി കഴിഞ്ഞു. എന്താ കാര്യം? ഈശോയിൽ വിശ്വസിച്ച് പോയാൽ നമ്മളെ ഏൽപ്പിച്ചിരിക്കുന്ന ജോലി അങ്ങ് പൂർത്തിയാക്കി കഴിഞ്ഞാൽ പിന്നെ എന്താ, ദൈവത്തിനൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണെങ്കിൽ പോലും ദൈവം ചെയ്തു തരും. ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ഇപ്പം ആ മകൻ ജിതിൻ സാക്ഷ്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? എബ്രാഹത്തിൻ്റെ എന്തോ കാര്യം അച്ഛൻ പറഞ്ഞത് സത്യമാണ്, ഞാൻ ഓർക്കുന്നുണ്ട്. ആ വചനവും മറന്നുപോയി, എന്താ പറഞ്ഞെന്ന് ഓർക്കണില്ല. ഞാൻ പറഞ്ഞത് എന്താണെന്ന് അറിയാവോ? എബ്രാഹത്തിനോട് ഇസഹാക്ക് ചോദിച്ചു, അപ്പാ കത്തിയും വിറകുണ്ടല്ലോ, ദഹനം വിളിക്കണ കുഞ്ഞാരെവിടെ? അപ്പോഴേ എബ്രാഹാം പരിശുദ്ധാത്മാവിൽ നിറഞ്ഞു പറഞ്ഞു, ദഹനം വിളിക്കുന്ന കുഞ്ഞാടിനെ ദൈവം തന്നെ തരും. അതാണെന്ന് പറഞ്ഞു. ഉൽപ്പത്തി 22:8 ദൈവം തന്നെ തരും. അപ്പം നമ്മൾ വിശ്വസിച്ചാൽ, ജൈറൂസിൻ്റെ മകൾ മരിച്ചുപോയി 5:28. അപ്പം ഗുരുവിനെ എന്തിനു ബുദ്ധിമുട്ടിക്കുന്നു? അപ്പം ഗുരു എന്താ പറഞ്ഞത്? വിശ്വസിക്കുക മാത്രം ചെയ്യുക. അപ്പോൾ ദൈവം തന്നെ തരും, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ നീ വിശ്വസിക്കുന്ന കാര്യം നടക്കാത്തതാണെങ്കിലും നീ വിശ്വാസം അർപ്പിച്ചു പോയാൽ ദൈവം നടത്തിയിരിക്കും. കൈ അടിച്ച് കർത്താണ്. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണാത്ത കാര്യങ്ങൾ കൺമുൻപിലെന്നപ്പോൾ വിശ്വസിച്ചിരുന്നു എൻ കർത്താവേ. കാണുന്നു ഞാൻ വിശ്വാസത്താൽ എൻ മുൻപിൽ ചെങ്കടൽ രണ്ടാകുന്നു. അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത്, നമ്മൾ വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ദൈവത്തിന് ആ വിശ്വാസത്തിന് മറുപടി കൊടുക്കേണ്ടി വരും. കാര്യം എന്താണ്? ദൈവം സത്യവാനാണ്. അതാണ് സംഭവം. നമ്മ വിശ്വാസം പ്രഖ്യാപിച്ചു, ജനങ്ങളുടെ മധ്യത്തിൽ നാണം കെട്ടാനും ശരി, യേശു കർത്താവാണെന്ന്. ഞാൻ ആ ചെളി മുട്ടന്തിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ദൈവം മരിച്ചോട് ഉയർപ്പിച്ചതെന്ന്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും ദൈവം അവനെ മരിച്ചോട് ഉയർപ്പിച്ചതെന്ന് ഞാൻ ഹൃദയത്തെ വിശ്വസിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടല്ലേ നടുറോട്ടെ മുട്ട നിൽക്കുന്നത്. അപ്പോൾ വിശ്വാസം പ്രഖ്യാപിച്ചു. ദൈവത്തോട് വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് കോസ്റ്റ് റിസ്ക്, കുറച്ച് വാല്യൂ ഉള്ള വിശ്വാസം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ദൈവം സത്യവാനാണ്. ദൈവം സത്യവാനായതുകൊണ്ട് നിൻ്റെ വിശ്വാസത്തോട് ദൈവത്തിന് റെസ്പോണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പോൾ ഒരു കൊച്ചു സാക്ഷ്യം പറഞ്ഞില്ലേ, അത് അവൾ ഉടമ്പടി, അത് ആദ്യം മരിയന്തേനം കൂടി, പിന്നെ ഉടമ്പടി പ്രാർത്ഥന കൂടി, പിന്നെ അവളുടെ അമ്മ റാലി കൂടി. എന്നിട്ട് കഴിയുമ്പോൾ അത് ഫോളോ അപ്പ് ചെയ്ത് പോരുകയാണതേ. അത് 1 by 1 ആയിട്ട് ഫോളോ അപ്പ് ചെയ്ത് പോരുകയാണ്. അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? അങ്ങനെ ഫോളോ അപ്പ് ചെയ്യുമ്പോൾ അതൊരു ശരണമാണ്. ശരണമെന്ന് പറഞ്ഞാൽ എന്താ? അതായത് ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകാം?
നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ. ഇപ്പം ആദ്യം മരിയൻ തപസ് കൂടി, പിന്നെ ഉടമ്പടി ചെയ്തു, പിന്നെ റാലി കൂടി എന്നൊക്കെ പറഞ്ഞ് ദൈവത്തിലേക്ക് മാറാതെ നടക്കണത് എന്താണ്? കർത്താവ് ഓരോരോ പ്രശ്നങ്ങൾ വന്നുകൊണ്ട് നിങ്ങൾക്കും പോകണമെന്നുണ്ടോ എന്ന് ചോദിക്കും ഇടക്കിടക്ക്. ഓരോരോ വിഷയം തന്നുകൊണ്ടേ ഓരോരോ പ്രാർത്ഥന മുന്നോട്ട് പോകുമ്പോൾ ആ പ്രാർത്ഥനയ്ക്ക് ഒക്കാത്ത തരത്തിലുള്ള പുതിയ പുതിയ പ്രലോഭനങ്ങൾ തന്നുകൊണ്ടേ കർത്താവ് നമ്മളോട് ചോദിക്കുന്ന ചോദ്യമാണ്, നിങ്ങൾക്കും പോകണമെന്നുണ്ടോ? പത്രോസ് മറുപടി പറയും. പത്രോസ് എന്താ പറയണത്? ഞങ്ങൾ എവിടെ പോകാനാണ്? ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? കാരണം എന്താണ്? നിത്യജീവന്റെ വചനങ്ങൾ നിന്റെ പക്കൽ മാത്രമാണെന്ന് കൈ അടിച്ച് കർത്താവ്. കരങ്ങൾ ഉയർത്തി അടിച്ചു കേട്ടോ. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. യേശുക്രിസ്തുവിൽ ജീവിക്കുന്നു, തിരുവോസ്തിയിൽ ജീവിക്കുന്നു. സ്വയം ഭോജ്യമായി നൽകിയതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. സ്വയം ഭോജ്യമായി നൽകിയതൻ സ്നേഹിതരോട് നിത്യം വസിച്ചിടുവാൻ. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ, ജയം ഹല്ലേലൂയ, യേശു കർത്താവ് ജീവിക്കുന്നു. അപ്പോൾ ശമയോൻ പത്രോസിൻ്റെ ശരണപ്രഖ്യാപനം അത് വിശ്വാസ പ്രഖ്യാപനമല്ല. ബൈബിൾ എപ്പോഴും വിശ്വാസ പ്രഖ്യാപനം എന്നുള്ളതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. പക്ഷേ ശരണപ്രഖ്യാപനമുണ്ട്, സ്നേഹപ്രഖ്യാപനമുണ്ട്, ശമയോൻ പത്രോസിന് സമർപ്പണ പ്രഖ്യാപനമുണ്ട്. ഒരു വിശ്വാസിക്ക് 4 പ്രഖ്യാപനങ്ങളുണ്ട്. ഒന്ന് വിശ്വാസ പ്രഖ്യാപനം, അതാണ് യു ആർ ക്രൈസ്റ്റ് ദ സൺ ഓഫ് ദി ലിവിങ് ഗോഡ്. 16:16 മത്തായി ശ്ലീഹ സുവിശേഷം എന്താ പറയുന്നത്? നീ ജീവിക്കണ ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാകുന്നു. ഇപ്പോഴേ 6:68 ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? അതാണ് ശമയോൻ പത്രോസ് ചോദിക്കണത്. ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകും? നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കൽ മാത്രമാണല്ലോ എന്ന്. ഓപ്ഷൻ വെക്കത്തില്ല. ദൈവത്തിന് ഓപ്ഷൻ വെക്കരുത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന കാലത്ത് പ്രാർത്ഥിക്കുന്ന ഘടകവിരുദ്ധമായി സംഭവിക്കുമ്പോഴും ഓപ്ഷൻ വെക്കരുത്. ചിലർ പറയുവേ, എൻ്റെ അച്ഛാ ആ വീട് പണി തുടങ്ങിയതിന് ശേഷമാണ് അപ്പന് അറ്റാക്ക് ഉണ്ടായത്. അമ്മയുടെ കാല് പടിയെന്ന് ഉതച്ച് നീരായിട്ട് അമ്മ ഇപ്പോൾ കട്ടിലേ ഇരിപ്പ. ഇപ്പം പലരും വന്ന് പറയുന്നുണ്ട്, എന്താ കുഴപ്പമുണ്ട്, നിങ്ങൾ എവിടെയെങ്കിലും പോയി നോക്കിക്കണമല്ല. ഞാൻ പറഞ്ഞ് പേപ്പട്ടി വണ്ടി വിട്ടേക്കാൻ പറയും. എന്തായാലും ഈ കെട്ടിയെടുത്ത് 50 കൊല്ലോ 66 കൊല്ലമൊക്കെ കത്തോലിക്കനായിട്ട് ജീവിക്കുകയാണ്. എന്നിട്ട് എന്തെങ്കിലും ഒരു വിഷയം ജീവിതത്തിൽ ഒരു സങ്കടം വരുമ്പോൾ ഉടനെ തന്നെ ഓപ്ഷൻ വെക്കുക. എൻ്റെ അർത്ഥം എന്താ? ഒരു വീട്ടിൽ പറഞ്ഞ എൻ്റെ അച്ഛാ അതേ അപ്പുറത്തെ വീട്ടുകാർ വന്ന് പറഞ്ഞേ ഞങ്ങളുടെ വീടിൻ്റെ വശത്ത് നിൽക്കുന്ന പുളി മരം വെട്ടണം, അത് അവർക്കെതിരാണെന്ന് പറഞ്ഞു. അപ്പോൾ ഇനി ഞങ്ങൾക്കെതിരായുള്ള മരം ഏതാണ് ഞങ്ങൾ അവരോട് ചോദിച്ചു തന്നു. അപ്പുറത്തെ വീട്ടുകാർ പറഞ്ഞു നിങ്ങളുടെ വീടിൻ്റെ വാതിക്കൽ നിൽക്കുന്ന പുളി അവർക്കെതിരാണ്. ആണോ? അങ്ങനെയാണോ? അങ്ങനെയുണ്ടോ? ശരി. അപ്പോൾ ഇനി നമുക്കെതിരായ മരം ഏതായിരിക്കും? അപ്പോൾ ഇനി നമുക്കെതിരായ മരം ഏതായിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. മറ്റുള്ളവരുടെ ഇറങ്ങും, മൊത്തം വെട്ട്. ഇങ്ങനെ കുറേ പിശാചുകളുണ്ട്. എൻ്റെ മക്കളെ, യേശു കർത്താവാണ്, മരമല്ല കർത്താവ്, സ്ഥാനമല്ല കർത്താവ്. മനസ്സിലായില്ലേ? യേശു കർത്താവാണ് എന്ന അധരം കൊണ്ട് ഏറ്റു പറയുകയാണ്. എന്താ കാര്യം? ദൈവം, നിൻ്റെ ദൈവം അവനും മരിച്ചു ഉയർപ്പിച്ചവനാണ്. മരണത്തിനേക്കാൾ വലിയ സംഭവം ഉണ്ടോ മനുഷ്യൻ്റെ ജീവിതത്തിൽ? മരണത്തെക്കുറിച്ച് ഒരു സംഭവം ഉണ്ടോ? മരിച്ചതാണെങ്കിൽ ശരി, ഉയർപ്പിച്ചവനാണ് നമ്മൾ വിശ്വസിക്കുന്നത്. കൈ അടിച്ച് കർത്താൻ വിശ്വസിക്കുന്നു, ഞാൻ പ്രഖ്യാപിക്കുന്നു. ചേർന്ന് പാടാം. യേശു കർത്താവാണ്, യേശു ദൈവമാണ്, ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ
പ്രഖ്യാപിക്കുന്നു യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. അതാണ് പത്രോസ് പിന്നീട് പറയണത്. പത്രോസ് ഈ വചനം വെച്ചുകൊണ്ടാണ് 10,000 തിന്മയിൽ നിന്ന് മോചിപ്പിച്ചത്. ഏറ്റവും വലിയ ഡെലിവറൻസ് നടത്തിയത് ആരാണ്? പത്രോസാണ്, കർത്താവ് കഴിഞ്ഞാൽ. ഈ വചനം ഞങ്ങൾ ആരുടെ പക്കലേക്ക് പോകുമെന്ന് ചോദിച്ചല്ലേ? നിത്യജീവൻ്റെ വചനങ്ങൾ അങ്ങയുടെ പക്കലാണല്ലോ എന്ന്. കാര്യം ജീസസ് ഞങ്ങൾ നിന്നിൽ ആശ്രയിക്കണം IELTS പാസ്സാകാനല്ല, പെര വെച്ച് പഴയ പെര വിറ്റ് മാറ്റിയിട്ട് പുതിയ പെര മേടിക്കാനല്ല. അതൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളാണ്. ഞങ്ങൾ നിങ്ങളെ വിശ്വസിക്കുന്നത് എന്തുകൊണ്ടാണ്? നിത്യജീവൻ്റെ വചനങ്ങൾ, നിത്യതയോളം ജീവിക്കാനുള്ള വചനങ്ങൾ, നിത്യതയോളം ജീവിപ്പിക്കുന്നത് നിന്റെ പക്കലാണല്ലോ. കൈയടിച്ച് കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. പരിശുദ്ധ പരമതി വികാരണത്തിന് പത്രോസ് ആ ബോധ്യത്തിലാണ് വന്നത്. അതുകൊണ്ടാണ് അവസാനം പത്രോസ് പറഞ്ഞത് മറ്റൊരുവൻ രക്ഷയില്ല. അവസാനം വരെ പത്രോസ് പറയും മറ്റൊരുവൻ രക്ഷയില്ല. ആകാശത്തിനും ഭൂമിക്കും മധ്യേ മനുഷ്യന് രക്ഷ നൽകാൻ ഒരേ ഒരു നാമം, കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമം. അതാണ് പത്രോസ് അവസാനം പറയണത്. ഇത് കേട്ടപ്പോഴാണ് തിന്മയുടെ സത്യം വിട്ടുപോയിട്ട് ജനങ്ങൾ കർത്താവിനെ അറിയാൻ തീരുമാനിച്ചത്. ദൈവവേദന നടപടി 4:12 പറയുന്ന ഈ വിശ്വാസ പ്രഖ്യാപനം, ഈ സ്നേഹപ്രഖ്യാപനം, ഈ ശരണപ്രഖ്യാപനം ഏറ്റു പറയുമ്പോൾ നിന്നെ കാണുമ്പോൾ 10 മനുഷ്യർ യേശുവിനെ അറിയണം. അതാണ് സംഭവം. ഉടമ്പടി നമ്മളെ, ഞാൻ എപ്പോഴും പറയും, ഉടമ്പടി നമ്മളെ വേദസാക്ഷിയാക്കുമെന്ന്. വിശ്വാസിയല്ല, ഈ വേദത്തിന് സാക്ഷി നൽകുന്ന വ്യക്തിയാക്കി കർത്താവ് നമ്മളെ ഉയർത്തും. എന്താ കാര്യം? വേദസാക്ഷികൾ ചെയ്യുന്നതിനേക്കാൾ വലിയ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതം കൊണ്ട് നമ്മൾ ചെയ്യണത്. കാരുണ്യപ്രവൃത്തികൾ, സുശക്തവും കൃത്യവുമായിട്ടുള്ള കാരുണ്യപ്രവൃത്തികൾ, അതുപോലെ തന്നെ പ്രേക്ഷിത പ്രവർത്തനങ്ങൾ, വ്യക്തമായ ലക്ഷ്യത്തോടെയുള്ള പ്രേക്ഷിത പ്രവർത്തനം. എന്താണ് കൃപാസനം പത്രം മേടിച്ച് കൊടുക്കണത്? എന്തിനാണ് ദൈവം അമ്മയ്ക്കർ തൊട്ടിരിക്കണത്? എന്തുകൊണ്ടാണ് അമ്മ തൊടുമ്പോൾ ദൈവം അനുഗ്രഹങ്ങൾ തരുന്നത്? എന്താ കാര്യം? അത് പ്രേക്ഷിത മാധ്യമമാണ്. അതാണ് നിങ്ങളുടെ കയ്യിൽ നിന്ന് പോണത്. ചില ഒബ്ജക്ഷൻസ് ഉണ്ട്. കൃപാസനം പത്രം മുഴുവൻ സാക്ഷ്യമാണല്ലോ എന്ന്. ഇപ്പോഴാണ് ആയത്, ഉടമ്പടി തുടങ്ങിയപ്പോഴാണ്. കാര്യം 400 സാക്ഷ്യം നമുക്ക് വരും. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരു 100 ഇടണത്. പത്രത്തിന് പേജ് തികയണില്ല നമുക്ക്. എന്തിനാണെന്നറിയാമോ ഇത്? ഈ പത്രങ്ങൾ വായിക്കുമ്പോൾ എന്താ പത്രം പറയണത്? യേശു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു. മനുഷ്യൻ്റെ ഈ ഭൂമിക്ക് ആകാശത്തിന് താഴെയുള്ള എല്ലാ വിഷയങ്ങളുടെ മേലും കർത്താവ് ഇടപെടുന്നു എന്ന് പറയുമ്പോഴെന്താണ്? കർത്താവിനെ അറിയാത്തവർ അറിയും, അറിഞ്ഞവർ ആഴപ്പെടും. അതാണ് പ്രേക്ഷിത പ്രവർത്തനം. സ്തുതിയുടെ ഹല്ലേലൂയ. സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കൃപാസന ഉടമ്പടി 4ാമത്തെ പ്രമേയത്തെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ യേശുവേ രക്ഷകാ കർത്താവേ നാഥനേ. അപ്പോൾ എന്തെല്ലാം കാഷ്വാലിറ്റി ഉണ്ടായാലും നീ ഹൃദയത്തെ വിശ്വസിക്കണം. എന്താണ്? ദൈവം ഈശോനെ മരിച്ചു എന്ന് ഏൽപ്പിച്ചെന്ന്. ദൈവം ഈശോനെ മരിച്ചെന്ന് ഏൽപ്പിച്ച പിതാവിന് ഞാൻ വിശ്വസിക്കണത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ കടങ്ങളാണ്, എൻ്റെ രോഗങ്ങളാണ്, എൻ്റെ ഇന്ന് ഞാൻ അനുഭവിക്കുന്ന എല്ലാ മരണകരമായ പ്രയാസങ്ങളിൽ നിന്നും കർത്താവ് എൻ്റെ കുടുംബത്തെയും എന്നെ ഉയർത്തെഴുന്നേൽപ്പിക്കും. ആ സാക്ഷ്യങ്ങളാണ് കേട്ടതെല്ലാം. എന്നിട്ട് നിങ്ങൾ പറയണം, കർത്താവേ ഇങ്ങനെ സാക്ഷ്യം പറയുമ്പോൾ പോലെ തന്നെ സാക്ഷിയായി ജീവിക്കുവാൻ എന്നെ സഹായിക്കണമേ.
പ്രാർത്ഥിക്കുക. കർത്താവായ ദൈവമേ, കർത്താവായ ദൈവമേ, അനേകം മക്കളുടെ മുമ്പില്, അനേകം മക്കളുടെ മുന്നിൽ അന്ധകാരത്തിന്റെ കാലഘട്ടത്തില്, അന്ധകാരത്തിന്റെ കാലഘട്ടത്തില് മനുഷ്യ സമൂഹത്തിന് വിശ്വാസത്തിന്റെ വെളിച്ചം നഷ്ടപ്പെടുമ്പോഴേ കർത്താവേ, നിന്റെ ദാസനായി, നിന്റെ ദാസിയായി വിശ്വാസത്തോടെ വെളിച്ചത്തോടെ ജീവിക്കാനും വിശ്വാസം പകർന്നു കൊടുത്തുകൊണ്ട് തിന്മയോട് പോരാടിക്കൊണ്ട് നിത്യതയിലേക്ക് അനേകം മക്കൾക്ക് നിത്യരക്ഷ നൽകുവാനും യേശു ക്രിസ്തുവേ ഉടമ്പടി പ്രാർത്ഥനയിലൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. ഈ ആരാധനയിലൂടെ എന്നെ അഭിഷേകം ചെയ്യണമേ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, അങ്ങയെ ഞങ്ങൾ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ, കർത്താവേ, ഈ ശുശ്രൂഷ ലൈവിലൂടെ പ്രാർത്ഥിക്കുന്ന മക്കളെ സമർപ്പിക്കുന്ന കർത്താവേ, ഹല്ലേലൂയ. എല്ലാവരെയും അഭിഷേകം ചെയ്യണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അന്ത്യകാല അഭിഷേകം എഴുന്നേൽക്കാം. സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. കരങ്ങൾ ഉയർത്തിയടിച്ചുകൊണ്ട് തീ പോലെ ഇറങ്ങണമേ. ഹല്ലേലൂയ. പതിയണമേ. ആമേൻ, ആമേൻ, ആമേൻ. കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. അന്ത്യകാല അഭിഷേകം സകല ജനത്തിന്മേലും കൊയ്ത്തുകാല സമയമല്ലോ, ആത്മാവിൽ നിറയ്ക്കണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. Praise the Lord. ശരീരത്തിൻ്റെ ഉള്ളിലെ കല്ല് പോലെയുള്ള 2-3 നമ്മുടെ പല്ലിൻ്റെ ആകൃതിയിലുള്ള മാല പോലെയുള്ള കല്ലുകളെ കാണിക്കുന്നുണ്ട്. അത് കർത്താവ് ഇപ്പൊ സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ ആരാധന. മഹത്വം, മഹത്വം, മഹത്വം. ഹല്ലേലൂയ. വലത് കാലിന് കാൽപാദത്തിന് സ്വാധീനമില്ല. എന്നിട്ട് ചില സ്ഥലത്ത് വലത് കാലിൻ്റെ ചില ഭാഗങ്ങളിൽ അത് വളരെ ശോഷിച്ചിരിക്കുന്നു. ആ പാദത്തിൻ്റെ തന്നെ മറ്റ് ഭാഗങ്ങളുമായിട്ട് അതിന് പ്രപ്പോർഷനേറ്റ് അല്ല. ഈ രോഗം എന്തായാലും കർത്താവ് സ്പർശിച്ച് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു. വിത്തിനെ കുറിച്ച് കാണിക്കുന്നുണ്ട്. മക്കൾ വിത്തിനെ കുറിച്ച്, വിത്ത് പൊട്ടി മുളച്ച് വരുന്ന കാണിക്കുന്നുണ്ട്. മക്കൾ ഇല്ലാത്തവർക്ക് മക്കൾ നൽകുന്നു. അതേസമയം തന്നെ വേറെ സാക്ഷി, അതേസമയം സെയിം സമയം തന്നെ ഇടത് കാതിന് അകത്ത് വേദനയുള്ളവരെ, കേൾവിക്കുറവുള്ളവരെ, ഇൻഫെക്ഷൻ ഉള്ളവരെ കർത്താവ് ഇപ്പോൾ സുഖപ്പെടുത്തുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. കർത്താവേ, എല്ലാ അസ്ഥിരോഗികളെയും സമർപ്പിക്കുന്ന കർത്താവേ, അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ചേർന്ന് പാടാം. തീ പോലെ ഇറങ്ങണമേ. അഗ്നിനാവായി പതിയണമേ. കൊടുങ്കാറ്റായി വീശണമേ. ആത്മനദിയായി ഒഴുകണമേ. ശരീരത്തിൻ്റെ ഉള്ളിൽ പതിരയിലായാലും ശരി, ശ്വാസകോശത്തിലായാലും കരളിനായാലും കുഞ്ഞു കുഞ്ഞു കറുത്ത പൊട്ട്, ചതുരത്തിലുള്ള കറുത്ത പൊട്ടുകൾ ഉണ്ടെന്ന് മെഡിക്കലിൽ തെളിഞ്ഞിട്ടുണ്ടെങ്കിലും
അത് നിനക്ക് അതാണ് നിന്റെ രോഗമെങ്കിലും കർത്താവ് ഇപ്പം നിന്നെ സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ. ഹല്ലേലൂയ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പോലെ ഇറങ്ങണമേ കൈയടിച്ചുകൊണ്ട് പിതാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. Praise the Lord, praise the Lord. വൃഷണസഞ്ചികളിലെ വീക്കമുള്ളവരെ, അതിൻ്റെ പേരിൽ ബീജം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവർ, അതിൻ്റെ പേരിൽ മക്കളില്ലാത്തവർ, കർത്താവ് വ്യക്തിയെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന 2 വ്യക്തികളെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന പല്ലിന് കേടുള്ളവർ. പല്ല് കേടെന്ന് വെച്ച് കഴിഞ്ഞാൽ പല്ലിൻ്റെ മോണയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് കുറേ വേറെ അണുബാധയുണ്ട്. അത് ഇടത് മോണയ്ക്ക് താഴെയാണ്, ഇടത് വശത്ത് താഴത്തെ മോണയിൽ. പിന്നെ അതിന് പല്ലിനാണ് കേടാണെങ്കിലും അതിൻ്റെ വേരനുസരിച്ചിട്ട് അത് റൈറ്റിലോട്ട് വന്ന് മോണയ്ക്ക് വരെ അതിൻ്റെ ഡാമേജ് ഉണ്ട്. കർത്താവ് ആ വ്യക്തിയെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഹല്ലേലൂയ, ഹല്ലേലൂയ. സൗഖ്യത്തെ ഓർത്ത് അത് പറയുന്നത് കർത്താവേ. ഈ പോലെ ഇറങ്ങണമേ അഗ്നിനാവായി പതിയണമേ കൊടുങ്കാറ്റായി വീശണമേ ആത്മനദിയായി ഒഴുകണമേ. മദ്യം ഉപേക്ഷിക്കാൻ കർത്താവ് കർശനമായിട്ട് പറയുന്നുണ്ട്. പ്രത്യേകിച്ച് ഇപ്പോൾ വന്നപ്പോൾ കുപ്പി എടുത്തു കഴിഞ്ഞാൽ കൈ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. ശ്രദ്ധിക്കുക, കൈ ഇങ്ങനെ വെച്ചാൽ ഇങ്ങനെ ഇരിക്കും, കുപ്പി മാറ്റിയാലും കൈ ഇങ്ങനെ ഇരിക്കും. ആ ഒരു അവസ്ഥയിൽ എന്തോ വാതരോഗം പോലെ ആയിപ്പോയി. ആ വ്യക്തിയെയും കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഹല്ലേലൂയ. എല്ലാ മദ്യപാനികളെ സ്പർശിക്കുന്നതിനെ ഓർത്ത് അത് പറയുന്നത് കർത്താവേ. ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ആരാധനയും സ്തുതിയും ഒഴിച്ചുണ്ടായിരിക്കട്ടെ. ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്ന ഷുഗർ രോഗികൾക്ക് വേണ്ടിയാണ്. കൃത്യമായി ഡയറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. ഇതെല്ലാം ഇപ്പോൾ ഈശോ സുഖപ്പെടുന്ന വിഷയങ്ങളാണ്. കാര്യം കർത്താവ് കാണിക്കുന്നതാണ് ഞാൻ പ്രാർത്ഥനയ്ക്ക് സബ്ജക്റ്റ് ആക്കണത്. ശ്രദ്ധിക്കുക. കർത്താവായ ദൈവമേ, ഷുഗർ രോഗികളെ, അതുമൂലം ഉണ്ടായിരിക്കുന്ന മറ്റു രോഗങ്ങളെ യേശുവിന്റെ നാമത്തിൽ, ദിവ്യകാരുണ്യത്തിന്റെ നാമത്തിൽ ഈ നിമിഷം ഇവിടെ വന്ന് സാക്ഷ്യം പറയാൻ സഹായിക്കുന്ന രീതിയിൽ കർത്താവ് ആ വ്യക്തിയെ സുഖപ്പെടുത്തട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ. കർത്താവേ, എല്ലാ ഷുഗർ രോഗികളെ സ്പർശിക്കുന്ന രോഗമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. രോഗമെല്ലാം മാറിടട്ടെ, തിന്മയെല്ലാം നീങ്ങിടട്ടെ. തിരുമുറിവിൽ സുഖപ്പെടട്ടെ, തിരുമുറിവിൽ സുഖപ്പെടട്ടെ. ആ ഷുഗർ രോഗി സാക്ഷ്യം പറയുമ്പോൾ ഇന്നത്തെ ഡേറ്റ് ഇട്ട് പറയണേ. കാര്യം പലരും പല ആരാധനയ്ക്കിട ദർശനങ്ങളിൽ സൗഖ്യം പറയാൻ കഴിയുമ്പോൾ പലരും പറയുന്നുണ്ട് സൗഖ്യം, പക്ഷേ അത് ഡേറ്റ് ഇടാതെയാണ് പറയണത്. അപ്പോൾ കൃത്യമായിട്ട് ഇന്ന ഡേറ്റ് ഉണ്ടായിരുന്ന മെസ്സേജ് ആണെന്ന് പറയണം. കാര്യം നമ്മളിതെല്ലാം റെക്കോർഡ് ചെയ്ത് പോവുകയാണ്. കാര്യം അമ്മ മാതാ പ്രത്യക്ഷപ്പെട്ടതിനെക്കുറിച്ച് സഭ നാളെ പഠിക്കുമ്പോൾ അമ്മയുടെ ഉടമ്പടിയുടെ ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന എല്ലാ മിറക്കിൾസും നമ്മുടെയൊക്കെ കാലം കഴിഞ്ഞാലും സഭയ്ക്ക് അത് പഠിക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾ കൃത്യമായ ഡേറ്റും സമയം വെച്ച് വേണം കൃപാസനത്തിലെ സാക്ഷ്യം പറയാൻ. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കർത്താവ് ദൈവമേ, വ്യവസായികളെ അങ്ങേക്ക് സമർപ്പിച്ച് ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വ്യാപാര സംരംഭങ്ങളെ അടങ്ങിപ്പോയവരെ, ജീവിതത്തിന് വരുമാന മാർഗമില്ലാത്തവരെ, ജോലിയില്ലാത്തവരെ, സാമ്പത്തിക തകർച്ച, സാമ്പത്തിക കടങ്ങള് യേശുവിന്റെ നാമത്തിൽ വഴിയും വാതിലും തുറന്ന് ലഭിക്കട്ടെ. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് കർത്താവേ, സാമ്പത്തിക ഞെരുക്കമുള്ളവരെ സമർപ്പിച്ച് കർത്താവേ, സ്പർശിക്കുന്നതിനെ ഓർത്ത് അത് പറയുന്നത് കർത്താവേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഈ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകണമേ. ഉദരരോഗികൾ ഉദരത്തിൽ കൈവെക്കുക. അൾസർ രോഗികളുണ്ടാകാം,
പിന്നെ ഗർഭാശയം ഇറങ്ങുന്ന രോഗികളുണ്ടാകാം, ബ്ലീഡിംഗ് ഉള്ളവരുണ്ടാകും, അവരെല്ലാം ഉദരത്തിൽ കൈവെക്കുക. നടുവേദനക്കാർ നടുവിൽ കൈവെക്കുക. ഉടമ്പടി ജോയിച്ചപ്പോൾ പറഞ്ഞ പോലെ നമ്മൾ ദൈവത്തിൻ്റെ മക്കളായിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. പകുതി മുക്കാൽ പേരും ഉടമ്പടി ചെയ്ത് ഉടമ്പടി കാരുണ്യ പ്രവർത്തികളും ഉടമ്പടി പ്രേക്ഷിത പ്രവർത്തികളും എല്ലാം ചെയ്ത് വചനം പാലിച്ച് വചനം അമ്മ പറഞ്ഞ പോലെ ചെയ്തൊക്കെയാണ് ജീവിച്ചാണ് ഇവിടെ നമ്മൾ ഈശോയിൽ മുന്നേറുന്നത്. പക്ഷേ ഇങ്ങനെ ഒരു ഭാഗ്യം നമ്മൾക്ക് മാത്രം ദൈവം തന്നതാണ്. നിശ്ചിതമായിട്ടുള്ള പ്രാർത്ഥനാ വിധി പ്രകാരം വിശ്വാസിയെ വേദസാക്ഷിയാക്കി വേദത്തിൻ്റെ പ്രചാരത്തിനും ദൈവത്തിൻ്റെ മഹത്തിനും ആത്മാവിൻ്റെ വീണ്ടെടുപ്പിനുമായി പ്രതിജ്ഞാബദ്ധമായ കാലഘട്ടത്തിലെ കർത്താവിൻ്റെ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, അങ്ങയുടെ രോഗികൾ ഇപ്പോൾ പ്രാർത്ഥിക്കുകയാണ്. അവരുടെ മനസ്സിന് സമാധാനമില്ല ഈശോയെ. പല പല രോഗങ്ങൾ കൊണ്ട് അവർക്ക് അങ്ങേ പ്രകീർത്തിക്കാനും ഒക്കെ മനസ്സുണ്ടെങ്കിലും അവരുടെ ശരീരം അനുവദിക്കണില്ല. പത്രോസിനെ പോലുള്ള അവസ്ഥയാണ് ഈശോയെ. ആത്മാവ് സന്നദ്ധമാണ്, ശരീരം ബലഹീനമാണ്. രോഗികളെ നീ തൊടണം, കരട് രോഗികളെ നീ തൊടണം, കിഡ്നി രോഗികളെ നീ ഇപ്പം തൊടണം കർത്താവെ. സ്പർശിക്കണം കർത്താവെ. മാറാത്ത തലവേദനക്കാരെ, മുടി കൊഴിയുന്നവരെ, പ്രഷർ രോഗികൾ, കിഡ്നി രോഗികൾ, ഷുഗർ രോഗികൾ, കർത്താവായ സ്മിസിയായ ഗർഭാശയ രോഗികൾ, കർത്താവ് ഗർഭാശയത്തിൽ മുഴയുള്ളവർ, കർത്താവ് ട്യൂബിന് ബ്ലോക്കുള്ളവർ, കർത്താവ് ഹൃദയത്തിന് ബ്ലോക്കുള്ളവർ, യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കട്ടെ. എൻ്റെ മക്കളെ, മടുത്തു പോയവരുണ്ട്, കുറേ പേര് മടുത്തു പോയി. ഇപ്പോൾ ചില മടുപ്പെന്ന് പറയുന്നത് ചിലർക്ക് ഓരോരുത്തരുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. ചില ആൾക്കാർ 2 IELTS എഴുതുമ്പോൾ തന്നെ മടുക്കും, 2 പരീക്ഷ എഴുതുമ്പോൾ തന്നെ അവർ മടുക്കും, പിന്നെ അവർക്ക് മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. ചിലർക്ക് ഭർത്താവ് 6 മാസം കുടിച്ച് വരുമ്പോൾ തന്നെ അവർക്ക് മടുക്കും, ചിലർക്ക് 8 കൊല്ലം കുടിച്ചാലും മടുക്കത്തില്ല. അപ്പോൾ ഓരോരുത്തരും വ്യത്യസ്തമായ മാനസികാവസ്ഥയാണ്, ആരുടെയും കുഴപ്പമില്ല. അങ്ങനെയാണ് നമ്മളുടെ ബിൽഡപ്പ്. അതുകൊണ്ട് ഓരോ മനുഷ്യരും മടുത്ത് നിൽക്കുന്ന ചില സാഹചര്യങ്ങളുണ്ട്, മടുത്തെന്ന് പറഞ്ഞ് നിൽക്കുന്ന കാര്യങ്ങളുണ്ട്. കുടുംബത്തിൽ അസമാധാനമാകാം, അലൂഖ്യമാകാം, കടമാകാം, രോഗമാണ്. ഇതുകൊണ്ട് ഞാൻ മടുത്ത് എന്ന് പറയുന്ന വിഷയങ്ങൾ ഇപ്പോൾ ഓർക്കണം. അത് അമ്മ മാതാവിനെ കൊണ്ട് നമുക്ക് ഈശോനെ കൊണ്ട് പ്രാർത്ഥിച്ച് ആ വിഷയങ്ങളുടെ മേൽ തീരുവ. കാരണം നിന്നെ ഞാൻ കുറ്റപ്പെടുത്തുന്നില്ല. കാരണം നീ ഓരോരുത്തരും ഓരോ അവസ്ഥയാണ്. ചിലർക്ക് നിസ്സാര കാര്യം ഭയങ്കര സങ്കടം ഉണ്ടാക്കും, ചിലർക്ക് വലിയ കാര്യം ഒത്തിരി സങ്കടം ഉണ്ടാക്കത്തില്ല. പക്ഷെ അതല്ല, നീ എന്തായിരിക്കുന്നുവോ അതുപോലെ കർത്താവ് നിന്നെ ഏറ്റെടുക്കുകയും നിന്നെ നിലനിർത്തി തരികയും ചെയ്യും. അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് ഈശോയെ, പല വിഷയങ്ങളെ കൊണ്ട് മടുത്തു പോയവരെ, ഇനി മുന്നോട്ട് പോകാൻ മാർഗമില്ലാത്തവരെ കണ്ണീരോടെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിസ്സഹായരെ, സഹായിക്കാൻ ആരുമില്ലാത്തവരെ, ഒരു നല്ല ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ പോലും ആരുമില്ലാത്തവർക്ക് കർത്താവേ, നീ എൻ്റെ ആടുകൾക്ക് മുമ്പേ നടക്കുമെന്ന് പറഞ്ഞവനെ അവിടെ മുമ്പേ നടന്നുകൊണ്ട് വഴി കാണിക്കണമേ, വാതിൽ കാണിക്കണമേ. വഴിയും സത്യവും ജീവനുമായ ദൈവമേ, വഴിയും വഴിവിളക്കുമായ ദൈവമേ, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു. കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകിടമേ, തീ പോലെ ഇറങ്ങണമേ, അഗ്നിനാവായി പതിയണമേ, കൊടുങ്കാറ്റായി വീശണമേ, ആത്മനദിയായി ഒഴുകിടമേ. പ്രൈസ് ദി ലോർഡ്. മൗനമായി പ്രാർത്ഥിക്കുക. നിറച്ച വസ്തു എടുക്കുക. കൃപാസനത്തിൻ്റെ പത്രം ആശീർവദിക്കാൻ പോവുകയാണ്.
നിങ്ങൾക്കറിയാമല്ലോ 12 പ്രാവശ്യം ആശീർവദിച്ചാണ് ഇത് നിങ്ങളുടെ കയ്യിൽ എത്തണത്. അതിൻ്റെ ആദ്യകാലം മുതൽ സാക്ഷ്യം പ്രിൻ്റ് ചെയ്യണ സമയം പോലും പ്രാർത്ഥിക്കാം. ആശീർവദിക്കാൻ പത്രവും നേർച്ച പുസ്തകവും ആശീർവദിക്കാൻ പോവുകയാണ്. പത്രം വാങ്ങിക്കാത്തവരെ, ബഹുമാനപ്പെട്ട പ്രേക്ഷിതരെ ഇപ്പോൾ പത്രം കൊടുത്തുകൊണ്ടിരിക്കുക. തമിഴ് പത്രം ഈ മാസത്തത് ഓഫീസിലുണ്ട്. തമിഴ്നാട്ടിൽ പോകുന്നവർ തമിഴ് പത്രം വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് വേദപ്രചാരത്തിന് നല്ലത്. തമിഴ്നാട്ടിൽ പോകുന്നവർ ഈ മാസം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തമിഴ് പത്രം മേടിച്ച് തമിഴ് പള്ളികളിൽ കൊണ്ട് വെക്കാവുന്നതാണ്. എൻ്റെ മക്കൾ പത്രം വാങ്ങിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, പത്രത്തിൻ്റെ കാർഡ് വാങ്ങിക്കണം. കാര്യം ഇവിടെ എപ്പോഴും ഉടമ്പടിയിൽ നിങ്ങളുടെ ഉടമ്പടി പ്ലാസ്റ്റിക് പൗച്ചിൽ കൂടയിൽ പത്രത്തിൻ്റെ കാർഡ് നിങ്ങൾ എടുത്ത് വെച്ചേക്കണം. അത് നമ്മൾ ചെയ്ത പ്രേക്ഷിത പ്രവർത്തനത്തിൻ്റെ അടയാളമാണ്. പ്രേക്ഷിത പ്രവർത്തനം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ ഉടമ്പടി ചെയ്യരുത്. കാരണം കൃപാസനത്തിൽ ജീവനോടെ എഴുന്നള്ളിരിക്കുന്ന കർത്താവും അമ്മമാരുടെ സാന്നിധ്യമുണ്ട്. വന്ന് പ്രാർത്ഥിച്ചാലും മതി. പക്ഷെ ഉടമ്പടി ചെയ്യണമെങ്കിൽ അത് കൃത്യമായിരിക്കണം. ഉടമ്പടി നിന്നെ വേദസാക്ഷിയാക്കി മാറ്റും. വന്ന് പ്രാർത്ഥിക്കുന്നവരെ നിങ്ങളുടെ അനുഗ്രഹത്തിൻ്റെ ഒരു സീക്കേഴ്സ് ഓഫ് ബ്ലെസ്സിങ്സാണ്. അനുഗ്രഹം പ്രാപിക്കാൻ വേണ്ടി വരുന്നവരാണ്. അവർ കൃപാസനത്തിന് അവരോട് പ്രത്യേകിച്ച് ഉത്തരവാദിത്വമൊന്നുമില്ല. പക്ഷെ ഉടമ്പടി പാലിച്ച് ചെയ്യുന്നവർ അവർ വേദസാക്ഷികളാകാൻ വേണ്ടിയുള്ള ഉപരിപഠനത്തിലാണ് അത് ചെയ്യണത്. പക്ഷെ അത് ചെയ്യുമ്പോൾ മക്കളെപ്പോഴും അമ്മാതാവിൻ്റെ ഉടമസ്ഥതയിലേക്ക് നിങ്ങൾ സമർപ്പിക്കപ്പെടുകയാണ്. പിന്നെ നിങ്ങളെ നിലനിർത്തേണ്ട ചുമതല അമ്മയുടേതാണ്. പക്ഷെ നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് അവൻ പറഞ്ഞതുപോലെ ചെയ്യാനുള്ള 6 കാര്യങ്ങൾ മക്കൾ കൃത്യമായിട്ട് ചെയ്യണം. 3 മാസം എന്ന് പറയുമ്പോൾ ഉടമ്പടി 1-ാം ഘട്ടമാണ്. പിന്നെ 4 കോളം അതിലുണ്ട്. ഒക്ടോബർ ടു ഒക്ടോബറാണ് ഉടമ്പടി കാലം. ചില ആൾക്കാർ അച്ഛനെ കണ്ടുവച്ചും പിന്നെ പ്രാർത്ഥന മുടക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ ആദ്യമുള്ള താരം ക്യാൻസലാവും. എന്താ കാര്യം? അച്ഛനെ കാണാനുള്ള പരിപാടിയല്ല ഉടമ്പടി. അമ്മയെ കണ്ട് അമ്മ പറഞ്ഞ പോലെ ഈശോയ്ക്ക് വേണ്ടി സാക്ഷിയായി ജീവിക്കാൻ വേണ്ടിയുള്ള വ്രതപ്രാർത്ഥനയാണ്. അത് ഓർത്ത് വേണം കാര്യങ്ങൾ ചെയ്യാൻ. ഇപ്പോൾ നേർച്ച പുസ്തകം ഉയർത്തിപ്പിടിക്കുക. വിശ്വാസപൂർവ്വമാണ് ചെല്ലുക. ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, ലോർഡ് ജീസസ് ക്രൈസ്റ്റ്, pour out your spirit. Lord Jesus Christ, pour out your spirit. Let the fire soak with the precious blood. Lord Jesus Christ, pour out your spirit. Let the fire soak with the precious blood. I cast a season of cost from you. By God the Father Almighty, who made heaven and earth to contain, let the divisive power, divisions, status, sectors, and machinations be dispelled unto the power and blessed on the family, the Catholic Church, the power of Jesus Christ. The Holy Priesthood, I bless the Holy Thelics. സമാപന ആശീർവാദത്തിലും അവനുമായിട്ട് എൻ്റെ മക്കൾ എന്തെങ്കിലും കാര്യം നിങ്ങളുടെ അത് ഇപ്പോഴും അവശേഷിക്കുന്നുണ്ടെങ്കിൽ ഈ ഈശോയുടെ അവസാന ആശീർവാദത്തിന് അത് സമർപ്പിച്ച് പ്രാർത്ഥിക്കാവുന്നതാണ്. ക്യാൻസർ രോഗികളാണ് ഇപ്പം ക്യാൻസർ ഉള്ളവർ, പണ്ടുണ്ടായിരുന്നവരല്ല. ഇപ്പം ക്യാൻസർ ഉള്ളവർ, ഇപ്പം ഇത് കരൾ രോഗികൾ, ഇപ്പോഴും കിഡ്നി രോഗികൾ, ഇത്രയും 3 കൂട്ടക്കാർക്ക് അച്ഛൻ ഇന്ന് തന്നെ ഇപ്പം തന്നെ വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നതായിരിക്കും. പക്ഷെ അവർ ഓഫീസിൽ പോയി, അലോഷ്യസിൻ്റെ ഓഫീസിൽ പോയിട്ട് കണ്ട് അയാളുടെ രസീത് പേര് പറഞ്ഞ് ആ പേര് പറഞ്ഞ കാര്യം അതിലെഴുതി മേടിക്കണം. ക്യാൻസറെങ്കിൽ ക്യാൻസർ. അച്ഛൻ ചീട്ട് മാത്രമേ നോക്കത്തുള്ളൂ, ആളെ നോക്കത്തില്ല. അച്ഛനെ അറിയാവുന്ന ആളാണ്, ഞങ്ങൾ കണ്ടതാണ്, വർഷങ്ങളായിട്ട് അച്ഛൻ പരിചയമുള്ള. അതൊന്നും ഇവിടെ പറയരുത്. അതൊക്കെ ഓഫീസിൽ പോയിട്ട് എന്ത് രോഗമാണ് അത് എഴുതി കൊടുക്കണം. അലോഷ്യസ് എന്നാണ് മാനേജറിൻ്റെ പേര്, അസിസ്റ്റന്റ് അങ്ങേർക്ക് പേര്. കുടല്, ക്യാൻസർ, കിഡ്നി, ഹാർട്ട്, ഇത്രയും കാര്യങ്ങൾ ഇപ്പോൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്ന സമയമാണ്. ആരാധന കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ ഇവിടെ ലൈനപ്പ് ചെയ്യണം. ചീട്ട് കയ്യിലുണ്ടാകണം. ചീട്ട് കിട്ടാത്തവർ പോയി മേടിക്കണം. സമാപന ആശീർവാദം. നിറച്ച വസ്തുക്കൾ ഉയർത്തിപ്പിടിക്കട്ടെ, പത്രം ഉയർത്തിപ്പിടിക്കട്ടെ. കൃപാസനത്തിൽ നിന്ന് വാങ്ങിയിട്ടുള്ള എല്ലാ നിറച്ച വസ്തുക്കളും ഉയർത്തിപ്പിടിച്ച് സ്തുതിക്കട്ടെ. ഹല്ലേലൂയ,
ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് സ്തുതിക്കട്ടെ, അതിശക്തമായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. കർത്താവായ ദൈവമേ, എല്ലാ നിയോഗങ്ങളും എല്ലാ ആഗ്രഹങ്ങളും സമർപ്പിക്കുന്ന കർത്താവേ, രോഗങ്ങൾ സുഖപ്പെടുത്തിയവരെ അങ്ങേ ഞങ്ങൾ ആരാധിച്ച് വണങ്ങുന്നു. ജീവിതം വഴിമുട്ടിയവർക്ക് വഴി തുറന്നു കൊടുത്ത ദൈവമേ, ഞങ്ങളങ്ങേ ആരാധിച്ച് വണങ്ങുന്ന കർത്താവേ, രോഗദുരിതങ്ങൾ ഏറ്റെടുത്തിന് നന്ദി പറയുന്നു കർത്താവേ, കടഭാരങ്ങൾ അകപ്പെട്ടവർക്ക് വഴി തുറന്നു കൊടുത്ത് നന്ദി പറയുന്നു. കരങ്ങൾ ഉയർത്തിക്കൊണ്ട് യേശുവേ എന്ന് വിളിക്കട്ടെ. യേശുവേ, ഇതാ കർത്താവ് നാനാവിധ രോഗപീഠങ്ങളാൽ വലയുന്നവരെ ആശീർവദിക്കുന്നു, കടക്കണിയിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു, ദുഃഖ ദുരിതത്തിൽ കഴിയുന്നവരെ ആശീർവദിക്കുന്നു. ക്യാൻസർ രോഗികള്, മാറാരോഗ ദുരിതങ്ങൾ അനുഭവപ്പെട്ടവര്, എപ്പിലെപ്സി രോഗികള്, ഹൃദയ സംബന്ധമായ രോഗമുള്ളവരെ കർത്താവ് ആശീർവദിക്കുകയാണ്. യേശുവേ 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 യേശുവേ. ശിരസ്തപിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നമ്മളെ ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് രോഗങ്ങളും വിഷമത്തിലെടുത്ത പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് മാറാരോഗങ്ങൾ സുഖപ്പെടുത്തിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് ഉടമ്പടിയിൽ സമർച്ച നിയോഗങ്ങൾക്ക് സാഫല്യം നൽകിയ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ട ഭൂമിയിൽ വന്ന് എല്ലാവരെയും ആശീർവദിച്ച പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക്